അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ ശബ്ദം കേട്ടവരൊന്ന് പറയൂട്ടോ. ഫിറോസ് ഷിഹാബ് തങ്ങളെ ശബ്ദം ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ. ഷിഹാബ് കുഴിഞ്ഞോളം എല്ലാം ഓക്കെ അല്ലേ? ഷാഹിദ് തങ്ങൾ മാഷാ അല്ലാ. ഷാഹിദ് തങ്ങൾ ഒന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. സന്തോഷം. ആബിദ് പട്ടാമ്പി ഇൻഷാ അല്ലാ അതുപോലെ ഉൾപ്പെടുത്താം. അബ്ദുള്ള വാപ്പുട്ടി വലൈക്കും അസ്സലാം. മുമ്പേ കമൻറ്റ് ചെയ്തവരൊക്കെ ഒന്നുകൂടി കമൻറ്റ് ചെയ്തോട്ടോ. ഞാൻ അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. തൻസീർ, അബ്ദുൽ കബീർ പി എ വലൈക്കും അസ്സലാം. കബീർ സുക്ക, മുഹമ്മദ് ഉവൈസ്, ഖാസിം ഉസ്താദ് വന്നിത്തടം വലൈക്കും അസ്സലാം. മണലടി കോട്ടിട്ട് കണ്ടിട്ട് കുറേ നാളായി. ഓക്കെ. റിയാസ് ബി സി പിണങ്ങോട്, സയ്യിദ് ജാഫർ, അബ്ദുൽ റാഫി ഭീമ, അബൂ സാലി മദീന, ഷഹീർ ദേശമംഗലം, ഹാഫിസ് ഇർഷാസ്, ആമീൻ, മഞ്ചേരി ബഷീർ, ഷാജി കെ എം, സലാം കോഡൂർ വലൈക്കും സലാം. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? റേഞ്ചിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. ലൈറ്റിൻ്റെ കുഴപ്പമായിരിക്കുമോ?
എല്ലാവരുടെ ഫോണിലും ഇങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഒരു ക്ലിയർ ഇല്ലാതെയാണ് കാണുന്നത്. എന്താണെന്നറിയില്ല, നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. ആളായിട്ടുണ്ട്. 290 ഷെയർ ചെയ്തിട്ടുണ്ട്. 240 ആളായിട്ടുണ്ട്. ക്ലാരിറ്റി കുറവുണ്ട്, റേഞ്ചിൻ്റെ പ്രശ്നമാണ് തോന്നുന്നു എന്ന് യുവനസ്. എന്താണെന്നറിയില്ല. ഇതേ ഫോണിലാണ് വേറെ ലൈവ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു കുറവ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം പറയണ്ട, പെട്ടെന്ന് നിർത്താലോ. ബ്ലറുണ്ട്. സ്ക്രീനിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എല്ലായിടത്തും ഉണ്ട്, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം തന്നെയാണല്ലേ. $244 ആൾക്കാരുണ്ട് ഇപ്പോൾ ലൈനിൽ. നിഷാർ സുഖമാണ്. ജംഷി XY വലൈക്കും അസ്സലാം. ഇബ്രാഹിം അസ്സലാം. 272 ആളായിട്ടുണ്ട് കേട്ടോ. 350 ആളാക്കണം നിങ്ങൾ. നമ്മുടെ ഷഹീർ ദേശമംഗലത്തിൻ്റെ ഉപ്പാക്ക് സുഖമല്ല എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. റഹീം കല്ലായം കണ്ടുമുട്ടലിൻ്റെ ആത്മസുഖം. എന്താണെന്നറിയില്ല കേട്ടോ, ക്ലിയർ കുറവുണ്ട്. അത് എന്താ, ചില സമയത്ത് അങ്ങനെയാണ്. 4 മണിൻ്റെ പ്രോഗ്രാം കുഴപ്പമുണ്ടായിരുന്നില്ല. തിലു സിഫു, എം ഷാഫി മറ്റത്തൂർ. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, കുറച്ചു ശരിയാവുമെന്ന് കരുതാം. സയ്യിദ് അസദി പുഞ്ചാവി, കുറേ കാലം കണ്ടിട്ട്. താഹിർ CK, താഹിർ പൈസിയാണ്. സഫ്വാൻ ബിൻ കരീം, പഴയ ആളുകളെയൊക്കെ 1 മാസത്തിന് ശേഷം കാണുകയാണ്. മിൻഷാദ് നമ്പി, വലൈക്കും അസ്സലാം. അബൂബക്കർ പൈസി അലൈഹി സ്വലാം. നോക്കി ഏതായാലും തുടങ്ങാല്ലേ. ഞാൻ എന്താണെന്നറിയോ, ഗൾഫിലുള്ള കുറേ ആളുകൾ പറഞ്ഞു 9:30 മതിയായിരുന്നു എന്ന്. അപ്പോൾ 9:10 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തല്ലോ, കുഴപ്പമില്ല. ഇതെപ്പോഴാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. ഹബീബിങ്ങളെ, മനസ്സുകൊണ്ടല്ല, എന്താ നമ്മുടെ ടാഗ് ലൈൻ, നൈൽ നദിയുടെ തീരങ്ങളിലൂടെ എന്ന ടാഗ് നൈൽ നമ്മൾ നടത്തുന്ന യാത്ര ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് 103-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. 101-ാമത്തെ ദിവസം നമ്മൾ സമ്മാന വിതരണമായിരുന്നെങ്കിലും അന്ന് നമ്മുടെ ക്ലാസ് നടന്നിട്ടുണ്ട് 2 മണിക്കൂറോളം. 102-ാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ഷെബിയൊക്കെ കൂടിയിട്ട് നടത്തിയ പ്രോഗ്രാമായിരുന്നു. ആ നിലക്ക് 103-ാമത്തെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, എല്ലാവരും കൂടെ ഉണ്ടാകണം. കഴിഞ്ഞ 100 ദിവസങ്ങളിലും ഒരുമിച്ചാണ് നമ്മൾ യാത്ര നടത്തിയിട്ടുള്ളത്.
ഏകദേശം 1 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒരു 2K ഷെയറൊക്കെ വരികയാണെങ്കിൽ ആ പഴയ പോലെയാണെന്ന് കരുതാം. അതിൽ താഴെയാണെങ്കിൽ ഇല്ലയെന്ന് കരുതാം. പക്ഷേ നമ്മൾ ഈ യാത്ര ചരിത്രത്തിൻ്റെ ചെപ്പുകൾ തുറന്നുകൊണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. ഇപ്പം നമ്മൾ മദീനയിലും മക്കയിലൊക്കെ പോയത് പലപ്പോഴും നമ്മൾ ഒരു പക്ഷേ പ്രഭാഷണങ്ങളിൽ കേൾക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്ത് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലാണ്, അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത ഈജിപ്തിനുണ്ട്. നൈൽ നദി, ഈ നദികളാണ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളാരും അധികം ഇങ്ങനെ പ്രതീക്ഷിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ വേണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെയും സുലൈഖ ബീവിയുടെയും ചരിത്രം മാത്രമല്ല ഈജിപ്തിന് പറയാനുള്ളത്. ഇസ്ഹാഖ് പ്രവാചകന്റെ, യാക്കൂബ് പ്രവാചകന്റെ അലൈഹിസ്സലാം, മൂസ പ്രവാചകന്റെ, അത് തന്നെ യൂസുഫ് നബിയുടെ കുട്ടിക്കാലം, കൗമാരം, യൗവനം, പിന്നീട് ഭരണം, കനാനിൽ നിന്ന് സഹോദരങ്ങൾ ഈജിപ്തിലെ രാജാവിനെ കാണാൻ പോകുന്ന യാത്ര, അതൊക്കെ അതിലുണ്ട്. ജയിൽവാസം, സ്വപ്നം ഒക്കെ ഉണ്ട് അതിൽ. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസത്തെ ടോപ്പിക്ക് മാത്രമാണ് സുലൈഖ ബീവി യൂസുഫ് നബിയുമായിട്ടുള്ള ആ വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിലരെങ്കിലും ചിലപ്പോൾ കരുതി പോയിണ്ടാവും നൈൽ നദി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ പറയുന്നത്. അങ്ങനെ അല്ല കേട്ടോ. ഒരു വലിയ മത്സരത്തിനുള്ള സ്കോപ്പ് മൊത്തം ഇതിലുണ്ട്. ഇസാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മാതാപിതാക്കൾ ആരാണ്? ഇസാഖ് നബി ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ പ്രായം എത്രയാണ്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമയുടെ ഭാര്യയുടെ പേരെന്താണ്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമയുടെ ഖബർ എവിടെയാണ്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്? യാക്കൂബിനെ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? അവരുടെ ഭാര്യമാരൊക്കെയാണ്? സന്താനങ്ങൾ ആരൊക്കെയാണ്? അങ്ങനെ ചരിത്രത്തിൻ്റെ നിധികുംഭങ്ങൾ തേടിയിട്ട് ഹബീബിങ്ങളെ നമ്മളൊരു അവിസ്മരണീയമായ യാത്രയ്ക്ക് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. എത്ര ദിവസം നീളുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏത് സമയവും എപ്പോഴും നിർത്താവുന്നതാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കറുത്ത് ഫലഭൂയിഷ്ടമായ മണ്ണിൻ്റെ തീരം. KT ഹൗസ്, അസ്സലാമു അലൈക്കും. പുതിയ ആളാണ്, ദുആ ചെയ്യണം. ഓക്കെ, പുതിയ ആൾക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യൂ. KT ഹൗസ് പേരില്ലാത്ത ഒരു ഐഡിയ ആണ്, എന്നാലും വേണ്ടില്ല, നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. കൃഷിയെ ആശ്രയിച്ചു ജീവിച്ചിരുന്ന നവീന ശിലായുഗ മനുഷ്യന്മാരെ ഈ നൈൽ നദി ഈജിപ്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ജലലഭ്യത സമ്പന്നമായ ഒരു സമൂഹമാക്കി ഈജിപ്തിനെ വളർത്തി. വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. കിഴക്കും പടിഞ്ഞാറും മരുഭൂമികളാണ് ഈജിപ്തിൻ്റെ. തെക്കു ഭാഗത്ത് കൂറ്റൻ വെള്ളച്ചാട്ടങ്ങളാണ്. അതിനപ്പുറം മഹാവനങ്ങളുണ്ട്. അതൊക്കെ ഈജിപ്തിൻ്റെ ചുറ്റുഭാഗമുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. വടക്കു പടിഞ്ഞാറ് നിന്ന് ലിബിയന്മാരും വടക്ക് കിഴക്ക് നിന്ന് സെമിറ്റിക് വർഗക്കാരും തെക്ക് നിന്ന് നീഗ്രോകളും നദീതടങ്ങളിലേക്ക് പ്രവേശിച്ച് പരസ്പരം മിംഗ്ലിങ്ങായി കൂടിക്കലർന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ആദിമ രൂപങ്ങൾ. കറുത്ത ഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന കെമറ്റ് എന്ന പദമാണ് ഈജിപ്തിൻ്റെ പഴയ ഓൾഡ് ഈജിപ്തിൻ്റെ പേര്. അങ്ങനെയാണ്. നൈൽ നദിയുടെ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വന്നടിയുന്ന കറുത്ത മണ്ണാണ് ഭൂരിഭാഗവും.
ആ ഈജിപ്തിലാണ് ഈജിപ്തിലെ രാജാവിൻ്റെ ഭരണസ്ഥിര കേന്ദ്രമായ കൊട്ടാരമാണ് ഫറോവയൻ കൊട്ടാരം. യഥാർത്ഥത്തിൽ ഈ പദം ഫറോവ എന്നത് കൊട്ടാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും കാലക്രമണത്തിൽ അത് ഭരണ സംവിധാനത്തെയും പിന്നീട് അത് ഭരിക്കുന്നവരുടെയും പേരായി മാറി ഫറോവ എന്നത്. ഫറോവ എന്നത് പുരുഷ രാജാക്കന്മാരെ മാത്രം കുറിച്ച് പറയുന്ന പേരായിരുന്നുവെങ്കിലും ഈജിപ്ത് ഭരിച്ച സ്ത്രീ രാജാക്കന്മാരെയും ഫറോവ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ ചർച്ച ചെയ്യും. BC 342 പേർഷ്യൻ ആക്രമണത്തോടെ ഫറോവ വംശം നാമാവശേഷമായി. പിന്നീട് ഗ്രീക്ക്, റോമൻ ഭരണാധികാരികളാണ് ഭരിച്ചത്. AD 1-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമതം ഈജിപ്തിലെത്തുന്നത്. AD 639 വരെ മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്നു പിന്നീട് ഈജിപ്ത്. 1798 നടന്ന ഫ്രഞ്ച് അധിനിവേശത്തെ തുടർന്ന് ഈജിപ്തിൽ ഒട്ടനേകം സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൽബേനിയനായ മുഹമ്മദ് അലി ഭരണമേറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈജിപ്തിന് ചില ആധുനിക ചരിത്രങ്ങളുണ്ട്. 1869 അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഇസ്മായിൽ പാഷയാണ് സൂയസ് കനാലിൻ്റെ പണി പൂർത്തിയാക്കിയത്. തുടർന്ന് ബ്രിട്ടീഷുകാർ ഈജിപ്ത് കീഴടക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആമുഖമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഖുർആനിലേക്കും പ്രവാചകനിലേക്കും വരും. 1822 മുതൽ 1906 വരെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ഈജിപ്തിൽ നടന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തിയേറിയ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊടുവിൽ 1922 ഫെബ്രുവരി 22 ഈജിപ്ത് സ്വതന്ത്രമായി. ആധുനിക ഈജിപ്തിൻ്റെ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. നൈൽ നദിയുടെ പുത്രി എന്നാണ് ഈജിപ്തിൻ്റെ അപരനാമം. എവിടെയെങ്കിലും മത്സരത്തിൽ നൈൽ നദിയുടെ പുത്രി എന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈജിപ്താണ്. ഗ്രീക്ക് സഞ്ചാരികൾ ഈജിപ്തിനെ കുറിച്ച് പറയാറുള്ളത് നൈലിൻ്റെ വരദാനം എന്നാണ്. ഇത്രയും പറഞ്ഞത് ഈജിപ്തിൻ്റെ സാമൂഹിക, ഭാഷാപരമായ, ചരിത്രപരമായ ചില പ്രത്യേകതകൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പേ ഓർമ്മയുണ്ടാകണം എന്നർത്ഥത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൈൽ നദി ഭൂഗോളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. 6650 കിലോമീറ്റർ നീളമുള്ള ഈ നദി 11 രാജ്യങ്ങളിലൂടെ ആഫ്രിക്കൻ വൻകരയിൽ ഒഴുകുന്നുണ്ട്. ഒന്നുകൂടി നോട്ട് എഴുതി വെച്ചോളൂ. ഇനി നമ്മളിത് 200-ാം എപ്പിസോഡ് വരികയാണെങ്കിൽ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ, അന്നൊരു പക്ഷേ ഇതൊക്കെ നമുക്ക് ആവശ്യമായി വരും. ഈ യാത്രയിൽ കടലാസും പേനൊക്കെ എപ്പോഴും എടുത്തു വെക്കുക. 6650 കിലോമീറ്റർ നീളത്തിലാണ് നൈൽ നദി ഒഴുകുന്നത്. 11 രാജ്യങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നുണ്ട്, ആഫ്രിക്കൻ വൻകരയിലൂടെ. നൈൽ നദി സ്വർഗത്തിലെ നദിയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മെഹറാജിന്റെ രാത്രിയിൽ സിദറത്തുൽ മുന്തഹയുടെ അറ്റത്ത് നൈലിന്റെ അറ്റം കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അറബിയിൽ നീൽ എന്ന വാക്കിൽ നിന്നാണ് നൈൽ നദിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ ഈജിപ്തിന്റെ ചരിത്രം പറഞ്ഞു, ഇപ്പൊ നൈൽ നദിയുടെ ചരിത്രം പറയുന്നു. എന്നാൽ നദീതടം എന്നർത്ഥമുള്ള നൈലേഴ്സ് എന്ന വാക്ക് അതൊരു ഗ്രീക്ക് പദമാണ്. നൈലോസ് എന്ന പദത്തിൽ നിന്നാണ് നൈൽ എന്ന അറബി പദം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഗ്രീക്കിൽ ഐജിപ്റ്റോസ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ഐജിപ്റ്റോസ്.
ഈജിപ്റ്റോസ് എന്നൊരു പേരുണ്ട്. ഈജിപ്ത് എന്ന പേരുണ്ടായത് ഈ വാക്കിൽ നിന്നാണ്. ഹബീബിങ്ങളെ എഴുതി വെച്ചോളൂ കേട്ടോ. ഗ്രീക്കിലെ ഈജിപ്റ്റോസ് എന്ന വാക്കിൽ നിന്നാണ് ഈജിപ്ത് എന്ന പദമുണ്ടായത്. നദീതടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈജിപ്റ്റോസ് എന്ന് പറഞ്ഞാൽ നദീതടം, നൈൽ നദിയുടെ തീരം. നമ്മൾ നൈൽ നദിയുടെ തീരങ്ങളിലൂടെ യാത്ര പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരാതന ഈജിപ്തുകാർ നൈൽ നദിയെ അവരുടെ നാടിൻ്റെ പിതാവായും ഈജിപ്തിനെ ആ നദിയുടെ പുത്രിയായും കരുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആമുഖമായി നാം യാത്ര ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെയാണ്. അള്ളാഹു നമ്മുടെ യാത്രയെ സുഗമമാക്കട്ടെ. ഹബീബിങ്ങളെ, മരുഭൂമി ഇരുട്ടിൽ തമസ്സിലായി കിടക്കുകയാണ്. ആകാശത്ത് ഒരു നിലാവിൻ്റെ വെളിച്ചം പോലുമില്ല. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി. സന്ധ്യയായി കഴിഞ്ഞ് അകലെ നിന്നൊരു യുവാവ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണ്. അയാൾക്കൊന്ന് വിശ്രമിക്കണം. രാത്രി ഉറങ്ങാൻ ഒരു ഇടം വേണം. പക്ഷേ സൈകതശൈലങ്ങളിൽ ഒരു വീട് പോലുമില്ല, ഒരു കുടില് പോലുമില്ല. മൊട്ടക്കുന്നുകളും മരുഭൂമിയുടെ നിതാന്തമായ ഏകാന്തതയുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് യാത്ര ചെയ്തു വരുന്നത്. നമ്മുടെ യാത്രാരംഭത്തിലെ കഥാപാത്രം ആരാണ്? ഒരു കുന്നിൻ്റെ താഴ്വരയിൽ ആ ചെറുപ്പക്കാരൻ എത്തി. തൻ്റെ മൃഗമായ വാഹനത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു തുണി വിരിച്ചു. ഇവിടെ കഴിയാം എന്ന് അദ്ദേഹം കരുതി. തലയ്ക്ക് വെക്കാൻ തലയിണയില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് സംഘടിപ്പിച്ച ഒരു ചെറിയ ഉരുളങ്കല്ല് തലയ്ക്ക് വെച്ചു. ശാന്തഗംഭീരമായി. എന്നാൽ ഹൃദയത്തിൽ കഠിനമായ ചിന്തകളുടെ വലിയേറ്റമുണ്ട് ആ ചെറുപ്പക്കാരന്. കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഭാണ്ഡമൊന്നഴിച്ചു. അതിൽ കരുതിയ അല്പം ഭക്ഷണം എടുത്തു കഴിച്ചു. തോൽപാത്രത്തിൽ നിന്ന് കരുതിയ വെള്ളം അല്പം കുടിച്ചു. വെറും മണലിൽ വിരിച്ച തുണിയിൽ മലർന്ന് കിടക്കുകയാണ് ആ മനുഷ്യൻ. മരുഭൂമിയുടെ തമസ് പരക്കുകയാണ്. ആ മനുഷ്യന്റെ ചുണ്ടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലാഹുവേ, നീ എന്നെ കാക്കേണമേ തമ്പുരാനെ, നീയല്ലാതെ എനിക്കൊരു കാവൽക്കാരനില്ല റബ്ബേ. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുകയാണ് റബ്ബേ. ആകാശത്തിന്റെ ഇരുളിൽ അതാ ചില നക്ഷത്രങ്ങൾ കണ്ണു തുറന്നു. ഏതോ മേഘങ്ങൾ എവിടെയോ പെയ്യാനായി ഓടിപ്പോകുന്നത് പോലെ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അപാരമായ സൃഷ്ടിവൈഭവം എത്രമേൽ വലുതാണ്. സകല സ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എല്ലാ പ്രകീർത്തനങ്ങളും നിന്റെ സവിധത്തിലാണ് തമ്പുരാനെ. ആലോചിച്ചു നോക്കിയേ, ഒന്ന് ഇമാജിനേഷൻ ചെയ്തു നോക്കിയേ. ഹബീബിങ്ങളെ, നിതാന്തമായ മരുഭൂമിയുടെ ഏകതയിൽ ഒരു വീട് പോലും ഇല്ലാത്ത കനത്ത ഇരുട്ടിൽ ഒന്നോ രണ്ടോ നക്ഷത്രങ്ങൾ കണ്ണു തുറക്കുന്ന രാത്രിയിൽ മരുഭൂമിയിൽ മലർന്നു കിടന്ന് ആത്മഗതം ചെയ്യുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. 7-8 ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ എടുക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി. നിദ്രയിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയാണ്. ആ നിദ്രയിൽ അദ്ദേഹത്തെ ഒരു സ്വപ്നം പുൽകുകയാണ്. എന്തായിരുന്നു ആ സ്വപ്നം? തന്റെ ശിരസിനരികെ വലിയൊരു കോണി വന്ന് നിൽക്കുകയാണ്. ആ കോണിയുടെ അങ്ങേയറ്റം ആകാശമേലാപ്പിലാണ് മുട്ടി നിൽക്കുന്നത്. ഡ്രീംസ് ആണ് കേട്ടോ, സ്വപ്നമാണ്. ആ ഗോവണിയിലൂടെ മാലാഖമാർ താഴോട്ടിറങ്ങി വരികയാണ്. ചിലർ അങ്ങോട്ട് കയറിപ്പോവുകയാണ്. ചില മാലാഖമാർ താഴോട്ടിറങ്ങി വരികയാണ്.
എന്ത് മനോഹരമാണ് അവരുടെ രൂപഭാവങ്ങൾ കാണാൻ. കുറെ സമയം താഴോട്ടിറങ്ങുകയും മുകളിലേക്ക് ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ടിരിക്കെ ആ മരുഭൂമിയിലെ ഏകാന്ത യാത്രികൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എങ്ങനെയായിരുന്നു? ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ഒരാരാധ്യനും ഇല്ല, ഞാൻ നിന്റെ ഇലാഹാണ്, നിന്റെ പിതാമഹന്മാരുടെയും ഇലാഹ് ഞാനാകുന്നു, ഇത് പരിശുദ്ധമായ ഭൂമിയാകുന്നു, ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ഇതിന്റെ അവകാശം നൽകിയിരിക്കുന്നു. നിനക്ക് ധാരാളം സന്തതികൾ ഉണ്ടാകും, സമൃദ്ധമായ സന്താന പരമ്പര, അവരിൽ നിന്ന് ധാരാളം നബിമാരുണ്ടാകും, ധാരാളം രാജാക്കന്മാരുണ്ടാകും. നിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട നബിമാർക്കും കിതാബുകൾ നൽകപ്പെടും, വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടും, പ്രവാചക പദവിയും രാജപദവിയും നിന്റെ സന്താന പരമ്പരക്ക് നൽകപ്പെടുന്നതാണ്. ആ സ്വപ്നം അയാൾ കാണുകയാണ് ആ രാത്രിയിൽ. ഹബീബിങ്ങളെ, യാത്രാസംഘമേ, എന്തൊരു മനോഹരമായ സ്വപ്നമാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്ന് ചുറ്റും നോക്കി, ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല. മരുഭൂമി താണ്ടിക്കടന്നു വരുന്ന മരുഭൂമിയിലെ തണുത്ത കാറ്റല്ലാതെ മറ്റൊന്നുമില്ല. എവിടെ മലക്കുകൾ? ഇല്ല, ആരെയും കാണുന്നില്ല. എന്താണ് താൻ ഈ കേട്ടത്? സന്താന പരമ്പരകളിൽ നിന്ന് പ്രവാചകന്മാരുണ്ടാകുമെന്നോ, രാജാക്കന്മാരുണ്ടാകുമെന്നോ, ഈ മണ്ണിന് ആധിപത്യം ഉണ്ടാകുമെന്നോ, പ്രതാപശാലികളായ ഉജ്ജ്വലരായ ദിഗ്വിജയികളായ സന്താന പരമ്പര ഉണ്ടാകുമെന്നോ, വേദഗ്രന്ഥം നൽകപ്പെടുമെന്നോ, രാജ്യം ഭരിക്കപ്പെടുമെന്നോ, ഐശ്വര്യപൂർണമായ ഭരണം നടക്കുമെന്നോ, ജനങ്ങൾക്ക് അതുവഴി സമാധാനവും സന്തോഷവും നൽകുമെന്നോ? റബ്ബേ, എന്താണ് ഈ കേട്ടത്? ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഏകദേശം കൗമാരപ്രായക്കാരനാണ്, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രായമായിട്ടില്ല. അതിനു മുന്നേ എങ്ങനെയാണ് സന്താന പരമ്പരകളെ കുറിച്ചുള്ള ഈ വിവരം ലഭിക്കുക? ഞാൻ ആരാണ്? എന്താണ് എൻ്റെ അവസ്ഥ? വിശാലമായ ഈ സൈകത ശൈലങ്ങളിലെ മരുഭൂമിയിലെ ഏകാന്ത യാത്രികനാണ് ഞാൻ. നീയാണ് എൻ്റെ സഹായി, യാത്രയിൽ നീയാണ് എൻ്റെ സഹയാത്രികൻ, നീ മാത്രമാണ് എൻ്റെ അഭയം. ഭയം മൂലം വീട് വിട്ടിറങ്ങിപ്പോന്നവനാണ് റബ്ബേ ഞാൻ. നിനക്ക് നന്നായി അറിയാം റബ്ബേ എൻ്റെ വേദനയുടെ കഥ. അതെ, ഓരോരുത്തർക്കും ഓരോ വേദനകളുടെ കഥകൾ ഉണ്ടാകും, ആർക്കും അറിയാത്ത കഥകൾ ഉണ്ടാകും. ഈ ചെറുപ്പക്കാരനൊരു കഥയുണ്ട്. അദ്ദേഹം ആത്മകഥം ചെയ്യുകയാണ് സ്വപ്നം കഴിഞ്ഞിട്ട്. എൻ്റെ ഉമ്മ ഇരട്ട പ്രസവിച്ചു, 2 ആൺമക്കൾ. ആദ്യം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആദ്യത്തെ കൺമണി ആണാണെന്നറിഞ്ഞപ്പോൾ തറവാട്ടിൽ ആഹ്ലാദം മല തല്ലി. എൻ്റെ യാത്രാസംഘമേ, നൈലിന്റെ തീരങ്ങളിലൂടെ ആത്മഹർഷത്തോടെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രാസംഘമേ, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആരാണ് ആ മാൻ? ആരാണ് അദ്ദേഹം? നിതാന്തമായ സൈകത ശൈലങ്ങളുടെ ഏകാന്തതയിൽ ക്ഷീണിച്ചുറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് അത്ഭുതകരമായി ഞെട്ടി ഉണർന്ന ആ കൗമാരം പിന്നിട്ട് യൗവനത്തിലേക്ക് നടന്നു കയറിയ ചെറുപ്പക്കാരൻ ആരാണ്? ആർക്കെങ്കിലും പറയാൻ കഴിയോ? ആരാണ്? ആദ്യം പറയാൻ നോക്കട്ടെ. തെറ്റിയാലും കുഴപ്പമില്ല, അത് മത്സരമൊന്നുമല്ലല്ലോ. ആരായിരുന്നു ആ ചെറുപ്പക്കാരൻ? ഒരു മിനിറ്റൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരും പറയുന്നില്ല. നിങ്ങള് ആ ചരിത്രത്തിൽ തരിച്ചു പോയി എന്ന് കരുതുന്നു. എല്ലാവരും മാഷാ അല്ലാഹ് ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല. എല്ലാ കമൻറ്റും ഞാൻ ലാസ്റ്റ് വായിക്കാട്ടാ. ഈ ചരിത്രം ആദ്യമായി കേൾക്കുകയാണ് മുഹമ്മദ് ബഷീർ മഞ്ചേരി. ഓക്കെ, നമ്മുടെ യാത്രയിൽ നമ്മൾ എന്നും പുതിയ പുതിയ ചരിത്രങ്ങളല്ലേ പറയാറുള്ളൂ. കേട്ടുപറഞ്ഞ പദം പതിഞ്ഞ ചരിത്രങ്ങൾ മാത്രം പറഞ്ഞ് എന്തിന് നമ്മൾ ബോറടിക്കുന്നു? നമ്മൾ ചരിത്രത്തിൻ്റെ ചെപ്പ് തുറക്കുകയാണ്. ഈജിപ്തിൻ്റെ ഈ കൈറോ എന്ന പേര് വന്നതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ പറയുന്നതാണെങ്കിൽ
നിങ്ങൾ ആ ചെറുപ്പക്കാരൻ ആരാണ്? ഞാനതൊരിങ്ങനെ പ്രാസമൊപ്പിച്ച് മനോഹരമായി പറഞ്ഞ ഒരു കഥയല്ല. ആ മനുഷ്യൻ നിങ്ങൾക്കറിയുന്ന ആളാണ്. ചരിത്രത്തിന്റെ മഹോന്നതനായ സ്ഥാനം ലഭിച്ച ഒരാളാണ്. പരിശുദ്ധ ഖുർആനിൽ 17 സ്ഥലങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു മഹാമനീഷിയെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ആരാണ്? വീട് വിട്ടിറങ്ങിയ കൗമാരം യൗവനത്തിലേക്ക് കിടന്ന ആ ചെറുപ്പക്കാരൻ. ആദം നബി എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. യാക്കൂബ് നബി എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി വേറെ ആളും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബഷീർ മഞ്ചേരി യാക്കൂബ് നബി, ഷറഫുദ്ദീൻ തൈവളപ്പിൽ ഇസാഖ് നബി, ഷൗക്കത്ത് അലി ഇബ്രാഹിം നബി, ഷാജി ആദൻ നബി, ഷാജില സൂഫി യാക്കൂബ് നബി, CP ബാസിത്ത് പറമ്പായി യൂസുഫ് നബി, ഹംസാട്ടി മൂസ നബി, ഇഷ്ക് മദീന ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിയുടെ ചരിത്രമൊക്കെ നമ്മൾ മക്കയിൽ പറഞ്ഞതല്ലേ. പിന്നെ ഇസ്മായിൽ നബി ഇവിടെ വരും. പക്ഷേ ഇപ്പോൾ വന്നത് ഇസ്മായിൽ നബിയാണോ? മുഹ്സിന മഹ്മൂദ് ഇസ്ഹാഖ് നബി ആണോ എന്ന് ഇങ്ങോട്ടാണ് ചോദ്യം. ഹാഫിസ് ഇർഷാദ് ഇബ്രാഹിം നബി. ഇങ്ങനെയൊക്കെ മുൾമുനയിൽ നിർത്തി ചോദിച്ചാൽ നമ്മൾ ആരാ പറയാനും ഉസ്താദെ? ഷഫീഖ് അലി മാട്ടുമ്മൽ. ഇത് ചുമ്മാ ഒരു ചോദ്യമല്ലേ, നമ്മൾ എക്സാം നടത്തുകയൊന്നും അല്ലല്ലോ. 9:34 യാക്കൂബ് നബി, ഇസാഖ് നബി എന്ന് ഷുഐബ് ഇട്ടിട്ട്, ഷൗക്കത്ത് അലി ഇബ്രാഹിം നബി. ഈ പറയപ്പെട്ട പേരല്ലാതെ ഒരു പേരും നിങ്ങളുടെ മനസ്സിൽ വരില്ലേ? മാണിയൂർ കാസിം ഇബ്രാഹിം നബി, ഷാജിദ സുബൈർ അറിയില്ല എന്നല്ല മറുപടിയാണ്. ഫൈസൽ മീർ ഇസാഖ് നബി. ഏകദേശം എല്ലാവരും ഒരേ പേരുകൾ തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. പുതിയ പേര് ആരെങ്കിലും ഇട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. വാവ്, അമേസിങ്, നോട്ട് ദ പോയിന്റ്. ഷബീബ് വാക്കയിൽ പുതുപ്പള്ളി. ഞാൻ പറയണം, ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഇബ്രാഹിം നബി എന്നാണ് ഭീമ റാഫി പറയുന്നത്. അഫീഫ പറഞ്ഞു. ഹിലർ യാക്കൂബ് നബി, സനോഫർ യൂനുസ് നബി, സീന അൻസാരി യാക്കൂബ് നബി. ഓക്കെ, എന്നാൽ ആരായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ തന്നെ പറയാം. ദാവൂദ് നബി, അബ്ദുസലീം മഞ്ചേരി, സലീം KPM, അയ്യൂബ് നബി. നീ അതിൽ പുതിയ പേരിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഏകദേശം എല്ലാവരും ഓരോ പേരുകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ പേരൊന്നും ആരും പറഞ്ഞിട്ടില്ല. സുലൈമാൻ നബി, മുസമ്മിൽ, അങ്ങനെ ഒരാളിട്ടുണ്ട്. സുലൈമാൻ നബി. നിങ്ങൾ 25 പ്രവാചകന്മാരുടെ പേരിങ്ങനെ പറയുമോ? ഈസാ നബി, നിസാം ബിൻ മുഹമ്മദ്, ലൂത്ത് നബി, മുസമ്മിൽ സലീം. ഓക്കെ, ഇനി ആ പേര് നിങ്ങൾ കമന്റ് ചെയ്യണ്ട. അതാരാന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചെറുപ്പക്കാരൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ ആ പതിരാവിലിരുന്ന് പറയുന്ന വാചകം ഇങ്ങനെയാണ് കേട്ടോ. നിനക്കറിയാമല്ലോ റബ്ബേ എൻ്റെ കഥ. ദുൽഖർനൈനി എന്ന് എഴുതിയുള്ള ഒരാൾ ഷറഫുദ്ദീൻ, സക്കരിയ നബി, ഖാലിദ് കപ്പാരത്ത്, പുതിയ ഇല്യാസ് നബി, അബ്ദുൽ അസീസ്, ഹിലർ നബി, സഫ്വാൻ TH. അപ്പൊ ഏകദേശം 25 പ്രവാചകന്മാരുടെ പേര് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി എന്നേ പറയാൻ ബാക്കിയുള്ളൂ. ആ ചെറുപ്പക്കാരൻ ആത്മകഥം ചെയ്തുകൊണ്ട് പറയാണ്, ആ പാതിരാവിന്റെ ഇരുളിലെ ആത്മകഥം ഇങ്ങനെയായിരുന്നു. എൻ്റെ ഉമ്മ ഇരട്ട പ്രസവിച്ചു. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എൻ്റെ ഉമ്മ ഇരട്ട പ്രസവിച്ചു. 2 ആൺമക്കൾ. ആദ്യം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആദ്യത്തെ കൺമണി ആണാണെന്നറിഞ്ഞപ്പോൾ തറവാട്ടിൽ ആഹ്ലാദം മല തല്ലുകയാണ്. ഉമ്മക്ക് വീണ്ടും ഗർഭധാരണമുണ്ടായി. രണ്ടാമതൊരു ആൺകുഞ്ഞിനെ കൂടി പ്രസവിച്ചു. ആ ആൺകുഞ്ഞാണ്
മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കഥാപാത്രം. മൂത്ത പുത്രന് ഐസ് എന്നാണ് പേരിട്ടത്. രണ്ടാമത്തെ പുത്രനാണ് ഇളയ പുത്രന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇനി ഞാൻ പറയുന്നില്ല ആരാന്ന്. ആ ഇളയ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ കാണുന്ന ആ ചെറുപ്പക്കാരൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഈ ഐസമിന്റെ കളിയും ചിരിയൊക്കെ ഉപ്പാനെ വല്ലാതെ സന്തോഷിച്ചു. ആരാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പച്ചി ആരാന്നറിയോ? ഇസ്ഹാഖ് അല്ലേ? ഉപ്പ മൂത്ത പുത്രനായ ഐസമിന് കണക്കില്ലാതെ സ്നേഹം നൽകി. എന്നാൽ ഉമ്മക്ക് ഇളയ കുട്ടിയോടായിരുന്നു സ്നേഹം. രണ്ട് കൺമണികളും കളിച്ചു വളർന്നു. ഗോത്രക്കാരുടെ സ്നേഹം നല്ല അളവിൽ രണ്ടുപേർക്കും ലഭിച്ചു. പക്ഷെ ഈ ഐസമിന്റെ മനസ്സിന് കുറച്ച് കടുപ്പമായിരുന്നു. അദ്ദേഹം പലപ്പോഴും അനുജനായ യാക്കൂബിനെ ആക്ഷേപിക്കാറുണ്ട്. ഇളയപുത്രന്റെ മനസ്സ് ലോലമാണ്, അതിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആർക്കും സ്നേഹം നൽകും. അങ്ങനെ പലപ്പോഴും ശണ്ടകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഐസ് തന്നെ ഉപദ്രവിക്കുമോ എന്ന ഭയം പോലും ഉണ്ടായി യാക്കൂബിന്. ആ ഭയം കൊണ്ടാണ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല, വീട് വിട്ടിറങ്ങിപ്പോന്നു. യാക്കൂബിന്റെയും ഐസിന്റെയും ഉമ്മയുടെ പേര് റഫക്ക എന്നായിരുന്നു. നല്ല ബുദ്ധിമതിയായിരുന്നു, സുന്ദരിയായിരുന്നു റഫക്ക. എഴുതി വെച്ചോളൂ കേട്ടോ, ഇനി മത്സരത്തിന് വരുന്ന ചോദ്യങ്ങളാണ് ഉത്തരം അതൊക്കെ. ഈ റഫക്കയുടെ സഹോദരനാണ് ലാമാൻ എന്ന് പറയുന്നയാള്, അതായത് ഇവരുടെ അമ്മാമൻ. അദ്ദേഹം ഒരു പൊതുകാര്യ പ്രസക്തനും ഗോത്രത്തലവന്മാരിൽപ്പെട്ട ആളുമായിരുന്നു. ഹറാൻ എന്ന് പറയുന്ന വിദൂരമായ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചിട്ടിരുന്നത്. അപ്പൊ നമ്മുടെ യാക്കൂബ് എന്ന് പറയുന്ന ഈ പാതിരാത്രിയിലെ കഥാപാത്രം യാത്ര ചെയ്യുന്നത് തൻ്റെ അമ്മാമനായ ഹറാൻ എന്ന വിദൂര ഗ്രാമത്തിൽ തൻ്റെ അമ്മാമൻ ലാമാൻ താമസിക്കുന്ന നാട്ടിലേക്കാണ് ഒറ്റക്കിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മുത്തുമണി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സ്വപ്നം കണ്ട സ്ഥലത്ത്, തനിക്ക് ആഹ്ലാദവും സന്തോഷവും പകർന്നു തന്ന സ്ഥലത്ത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പള്ളി പണിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷേ റബ്ബേ, എൻ്റെ കയ്യിൽ ഒരു വസ്തുവുമില്ല, യാത്രക്കുള്ള അല്പം വെള്ളവും ഭക്ഷണവും അല്ലാതെ ദരിദ്രനാണ് അല്ലാ. ഇവിടെ ഒരു പള്ളി ഉയർത്തണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റബ്ബേ. ഇവിടെ ഒരു മസ്ജിദ് ഉയർന്നു വരണം, ഇവിടെ ഒരു പരമ്പര ഉണ്ടാകണം. എൻ്റെ സന്താന പരമ്പരയിൽ ധാരാളം രാജാക്കന്മാരാണെന്നല്ലോ സ്വപ്നത്തിൽ കേട്ടത്. അവരിവിടെ പള്ളിയെ പരിപാലിക്കട്ടെ. ആ രാത്രി എങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. രാത്രിയുടെ 4-ാം യാമവും കടന്നു പോവുകയാണ്. പതുക്കെ പുലരാൻ തുടങ്ങുകയാണ്, ഉഷസ്സുണരാൻ തുടങ്ങുകയാണ്. കൃത്യമായി 1 മണിക്കൂർ എത്തിയാൽ ഇന്ന് നമ്മൾ നിർത്തും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 2000 ഷെയർ ആക്കിയാൽ നമ്മൾ നാളെ ഇതിൻ്റെ ബാക്കി പറയും, ഇല്ലെങ്കിൽ തോന്നുമ്പോഴാണ് പറയുള്ളൂ. ഈജിപ്തിന്റെ ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. യൂസുഫ് എന്ന പ്രവാചകന്റെ അവിസ്മരണീയമായ യാത്രയുടെ തുടക്കം ആകാൻ പോവുകയാണ്.
യാക്കൂബ് നബി വിവാഹം കഴിക്കാൻ പോവുകയാണ്. ചരിത്രത്തിന്റെ ഇടിമുഴക്കങ്ങളിലേക്ക് നമ്മളിതാ പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് അല്പസമയം കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ശേഖരിക്കാൻ കഴിയുന്ന അടുത്ത ഗ്രാമത്തിൽ എത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. പക്ഷേ ഈ കുന്നും ചെരുവും മറക്കാൻ പാടില്ലല്ലോ. സൈകത ശൈലം എന്ന് പറയുന്നത് മരുഭൂമിയാണ് എന്ന് പറയുന്നത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഏരിയയാണ്, ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വേണ്ടേ? എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഓർക്കണ്ടേ? അതിന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒരു അടയാളം വെക്കുകയാണ്. ഒരു കുന്നൊക്കെയുള്ള ഒരു അടയാളം വെക്കുകയാണ്. അങ്ങനെ പ്രഭാത പ്രാർത്ഥനകൾ കഴിഞ്ഞു. അനുഗ്രഹീതമായ സ്വപ്നദർശനം ലഭിച്ച ആ മലഞ്ചെരുവിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ യാത്ര തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയും വരും മണ്ണേ, ഇവിടെ ഞാൻ അള്ളാഹുവിന് ആരാധന ചെയ്യുന്ന ഒരു പള്ളി നിർമ്മിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഒരു നഗരമായി വളരും, ഇവിടെ എൻ്റെ സന്തതി പരമ്പരകൾ ഉണ്ടാകും. എനിക്ക് സ്വപ്നദർശനം ലഭിച്ചതാണ്. ഇവിടെ രാജാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടാകും. ഇവിടെ വേദഗ്രന്ഥം ലഭിച്ച പ്രവാചകന്മാർ വരും. പ്രവാചകനും രാജാവുമായ ചക്രവർത്തിമാരും ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ അത്യാഹ്ലാദത്തോടെ ആ മരുഭൂമിയിലെ ഏകാന്തതയിൽ മരുഭൂമിയോട് ആത്മഗതം ചെയ്തു. അദ്ദേഹം അവിടുന്ന് യാത്രയാവുകയാണ്. വെയിൽ കത്തിപ്പടരാൻ തുടങ്ങുകയാണ്. അദ്ദേഹം ചൂട് കൂടുമ്പോൾ വിശ്രമിക്കും, ചൂട് കുറയുമ്പോൾ യാത്ര തുടരും. മറ്റൊന്നുകൂടി ഉണ്ട്, രാത്രി മാത്രമായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത് എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പരമ്പരക്ക് ഇസ്രായീൽ എന്നു പേര് വന്നത്. മനസ്സിലായോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. കണ്ടോ, അവിടെ അസ്റ എന്നാ പ്രയോഗിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ, നിശായാത്ര നടത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പരമ്പരയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മത്സരത്തിൽ മാത്രമല്ല ജീവിതകാലം മുഴുവൻ പറയേണ്ട മറുപടി ഇസ്രായേൽ എന്നാണ്. ആ പേര് വരാനുണ്ടായ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ യാത്ര രാത്രി മാത്രമായിരുന്നു, പകൽ അദ്ദേഹം വിശ്രമിക്കുമായിരുന്നു. രാത്രി കുറച്ചൊക്കെ തണുപ്പുണ്ടാകുമല്ലോ, അതുകൊണ്ട് രാത്രിയാത്രക്കാരൻ, മരുഭൂമിയിലെ രാത്രിയാത്രക്കാരൻ എന്നതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന പേര് വന്നത് എന്ന അഭിപ്രായമുണ്ട്. അത് ഉറപ്പിച്ച് പറയല്ല ഞാൻ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വേറെയും കാരണങ്ങളുണ്ട് ഇസ്രായേൽ എന്ന പേര് കിട്ടാൻ. നോക്കൂ, അറബ് വംശം ഉണ്ടാകുന്നത് ഇസ്മായിൽ നബിയിലൂടെയാണ്. ഇബ്രാഹീമിന്റെ പുത്രൻ ഇസ്മായിൽ നബിയിലൂടെയാണ് അറബ് വംശം ഉണ്ടാകുന്നത്. ഇബ്രാഹീമിന്റെ പുത്രൻ ഇസ്ഹാഖ് നബിയിലൂടെയാണ് ഈ ഇസ്രായേൽ വംശം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ഹാജർ ബീവിയിൽ ജനിച്ച കുട്ടിയാണ് ഇസ്മായിൽ. എന്നാൽ ചരിത്രത്തിൽ അധികമാരും പറയാത്തൊരു സംഭവമുണ്ട്. സാറാ ബീവിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന പരാതിയുടെ പേരിലാണ് ഹാജർ ബീവിയെ കല്യാണം കഴിച്ചതെങ്കിൽ സാറാ ബീവി പിന്നെ പ്രസവിച്ചിട്ടുണ്ട്. അതിലുണ്ടായ കുട്ടിയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. മറക്കൂലല്ലോ. ആ ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതാണ് വർണ്ണാഭമായ ഇസ്രായേൽ ചരിത്രത്തിന്റെ തുടക്കം. താൻ സ്വപ്നം കണ്ട ആ സ്ഥലത്തിന് ഒരു നെയിം ബോർഡ് വെക്കുകയാണ്, ഒരു പേര് വെക്കുകയാണ്. എന്താണ് ആ പേര്? ബൈത്തുൽ ഈൽ, ബൈത്തു ഈൽ ആണ്. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും മതപ്രസംഗത്തിൽ കേൾക്കുന്ന കാര്യങ്ങളല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്, ശരിയല്ലേ?
ഞാനീ പറഞ്ഞത് ശരിയല്ലേ? എപ്പോഴും വഴലിൽ കേൾക്കുന്ന സംഭവങ്ങൾ മദീന യാത്രയിൽ പറഞ്ഞത് ചിലതെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും പ്രസംഗത്ത് കേൾക്കുന്നത്. ഇത് അങ്ങനെയല്ല. അപ്പം നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരു 200-ാം എപ്പിസോഡിന്റെ മത്സരമുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ വരും. ബൈത്തുൽ ഈൽ അത് അവരുടെ ഭാഷയിലാണ്, അവർ അറബി അല്ലത്. ഈൽ എന്ന് പറഞ്ഞാൽ ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിന്റെ ബൈത്തുല്ലാഹ് എന്നാണ് ശരിയായ അതിന്റെ പേര്, ബൈത്തുല്ലാഹ്. സഹോദരങ്ങളെ, അന്ന് യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം പതിരാത്രിയുടെ ഏകാന്തതയിൽ വിശ്രമിക്കുകയും നിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് പ്രവാചകന്മാരും ചക്രവർത്തിമാരും ഉണ്ടാകുമെന്ന് സ്വപ്ന ദർശനം നൽകുകയും അവിടെ ഒരു പള്ളി ഉണ്ടാകണമെന്ന് ഉണർച്ചയിൽ ആഗ്രഹിക്കുകയും ആ സ്ഥലം അടയാളപ്പെടുത്തുകയും ചെയ്ത യാക്കൂബ് പ്രവാചകൻ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ബൈത്തുൽ ഈൽ എന്ന് അദ്ദേഹം സ്ഥാനപ്പേര് വെക്കുകയും ചെയ്തെങ്കിൽ ആ സ്ഥലമാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസ് ആയി മാറിയത്, ഫിലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്. നോട്ട് ദ പോയിന്റ്. ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ മറുപടി എന്താന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ അടുത്ത ഭാഗം പറയുള്ളൂ. അതാണ് ബൈത്തുൽ മുഖദ്ദസ്, ഫിലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആയി തീരുന്നത്. അതിനെ പറ്റി നിങ്ങളുടെ കമന്റ് ഒന്ന് കേൾക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതിനെ പറ്റിയിട്ട്. മാഷാ അല്ലാ എന്നാണ് റഹീന. മദീനയോട് മാഷാ അല്ലാ. മുഹമ്മദ് ബഷീർ മാഷാ അല്ലാ. നൗഷാദ് ഇപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന കാണാൻ പുതിയൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മാഷാ അല്ലാ പറയണ്ടേ. അതാണ് ബൈത്തുൽ മുഖദ്ദസ്, പലസ്തീനിലെ 3 പള്ളിയാണ് മഹത്തായ പള്ളി. ഒന്ന് മക്കത്തുൽ മുക്കറമയിലെ മസ്ജിദുൽ ഹറം, ഒന്ന് അൽ മദീനത്തുൽ മുനവ്വറയിലെ നമ്മൾ യാത്ര പോയ മസ്ജിദുൻ നബവി, 3 ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ്. കണ്ടോ നിങ്ങള്? വാവ്, അമേസിങ്. 10 മിനിറ്റ് കൂടി ഉണ്ട്, 1 മണിക്കൂർ പിന്നിടാൻ. അപ്പോൾ നിങ്ങളുടെ കമന്റ് കഴിഞ്ഞാൽ ഞാൻ തുടരാം. ഓക്കെ, 402 ആൾക്കാരുണ്ട്. 402 ആൾ കമന്റ് ചെയ്തിട്ടില്ല. 2K ഷെയർ ആയിരുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. ഷിയാബ് മാഷേ താങ്ക് യു. ഷിയാദ് കൂമത്ത് ആദ്യമായി കേൾക്കുകയാണെന്ന് മുഹമ്മദ് ഷബീർ മണലടി താങ്ക് യു. പുതിയ അറിവ് ഹാഫിസ് ഇർഷാദ് താങ്ക് യു. 405 ആള് ഒരു 5 ഷെയർ വെച്ച് ബിഹക്കി മുഹമ്മദ് ഇട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോളൂ. യാക്കൂബ് നബി അലൈഹി സ്വലാം യാത്ര തുടരുകയാണ് കേട്ടോ. ഇടയ്ക്കിടെ ജനവാസമുള്ള സ്ഥലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകും, വെള്ളം ശേഖരിക്കും, ഉണങ്ങിയ പഴങ്ങൾ ശേഖരിക്കും, റൊട്ടി ശേഖരിക്കും. പിന്നെയും യാത്ര. എങ്ങോട്ടാ യാത്ര പോകുന്നത്? തൻ്റെ അമ്മാമനായ ലാമാൻ താമസിക്കുന്ന ഗ്രാമമായ ഹറാൻ, അങ്ങോട്ടാണ് മരുഭൂമിയിലൂടെ യാക്കൂബ് പ്രവാചകൻ യാത്ര പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സംസ്കാരങ്ങൾ ഉണ്ടായത്, നാഗരികതകൾ ഉണ്ടായത് യാത്രകളിലൂടെയാണ്. സ്വന്തം നാടിന്റെ അതിരുകൾ ഭേദിക്കാത്തവന് എങ്ങനെയാണ് സംസ്കാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുക? യാത്രയല്ലേ, യാത്രകളാണ്. ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം നടത്തിയ യാത്രകളാണ് ലോകത്തെ ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ, മാനവിക ചരിത്രത്തിന്റെ ദിശാസൂചികയായി മാറിയ മക്കയിൽ എത്തിച്ചേർന്നത് ഇബ്രാഹിം ഖലീലിന്റെ യാത്രയാണ്. യാത്രയാണ് എപ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ നാട് വിട്ട് നമ്മൾ യാത്ര പോകണം. സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചാരം ചെയ്യണമേ എന്ന് പരിശുദ്ധ ഖുർആൻ. ആധുനിക കാലത്ത്, ഈ അടുത്ത കാലത്തല്ല, ഏറ്റവും പ്രമുഖനായ ഒരു യാത്ര സഞ്ചാരിയുണ്ട്. അദ്ദേഹത്തിന്റെ ആ യാത്രയെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ച് ഞെട്ടും. ആരാണ് അയാള്? ഇബ്നു ബത്തൂത്ത. മൊറോക്കക്കാരനാണെന്ന് തോന്നുന്നു അല്ലേ, ഇബ്നു ബത്തൂത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന്റെ ഒരു യാത്രയുടെ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, എത്ര രാജ്യങ്ങളിലൂടെ. കടലിന്റെ ഏകാന്തതയിൽ
ഇന്ന് കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ പോലും കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഭയമാണ്. ഞാൻ ലക്ഷദ്വീപിലേക്ക് 4 തവണ യാത്ര നടത്തിയിട്ടുണ്ട്. ആ രാത്രിയുടെ ഇരുളില് കപ്പലിന്റെ ഡക്കിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റുഭാഗത്തും കൂരിരുട്ടിൽ കടലിങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്നത് കാണുമ്പോൾ ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, രാത്രിയുടെ ഏകാന്തതയിൽ ഒരു മനുഷ്യനെ പോലും കൂട്ടാതെ കാറ്റിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുന്ന പായ കെട്ടിയിട്ട് ഇബ്നു ബത്തൂത്ത മൊറോക്കയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ചെങ്കടലിന്റെ തീരങ്ങൾ, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ചാവുകടൽ ഒക്കെ കടന്ന ആ മനുഷ്യൻ യാത്ര ചെയ്തൊന്ന് ആലോചിച്ചൊക്കെ. എന്തായിരിക്കും അത്? അദ്ദേഹത്തിന്റെ യാത്ര നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രയോ മഹാസത്യങ്ങളെ ലോകത്തിന് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് വാഴ്ത്തപ്പെടട്ടെ ഇബ്നു ബത്തൂത്ത. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. വേറൊരു മതക്കാരനായതുകൊണ്ട് വിട്ടുകളയേണ്ട പേരല്ല കൊളംബസ്. എന്താണതൊക്കെ? നമ്മൾ കേരളത്തിന്റെ അപ്പുറത്തേക്ക് പോലും യാത്ര പോയിട്ടില്ല. യാത്രകളാണ് നാഗരികതകളെ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ യാത്രകൾ. ഏറുമാടങ്ങളിൽ കഴിഞ്ഞ മനുഷ്യൻ, കല്ലുകൊണ്ട് ആഭരണമുണ്ടാക്കിയ മനുഷ്യൻ, കല്ലുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടിയ മനുഷ്യൻ, കൈകനികൾ ഭക്ഷിച്ച മനുഷ്യൻ, അവന്റെ യാത്രകളാണ് അവനെ സംസ്കാരചിത്തനാക്കിയത്. മരവുരു അണിഞ്ഞ് നഗ്നത മറച്ച മനുഷ്യൻ. ഇന്ന് ഏറ്റവും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ വസ്ത്രം അണിയുന്ന രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഖുർആനിന്റെ ആ പ്രയോഗത്തിന് പ്രത്യേകതയുണ്ട്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അല്ലാഹ് ആൻഡ് നേച്ചർ ഈസ് ദ വർക്ക് ഓഫ് അല്ലാഹ്. സീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചാരം ചെയ്യണമേ. യാക്കൂബ് നബിയുടെ ആ യാത്രയിൽ, ആ പാതിരാത്രിയിൽ അടയാളമിട്ട സ്ഥലത്താണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസ്. ഇന്ന് ശോണിമപൂത്ത പടക്കളങ്ങളിൽ ഇസ്രയേലിന്റെ കിരോധമായ ബോംബിങ്ങിൽ തളർന്നു പിടയുന്ന ഫലസ്തീനികളുടെ മണ്ണ്, നിരവധി വരുന്ന പ്രവാചകന്മാരുടെ പദപങ്കജം പതിഞ്ഞ മണ്ണ്. യാക്കൂബ് യാത്ര തുടരട്ടെ. കൂടെ ഈ യാത്രാ സംഘവും മുന്നോട്ട് പോവുകയാണ്. താഴ്വരകളിലൂടെ, കുന്നിൻ ചെരുവുകളിലൂടെ, സൈകത ശൈലങ്ങളുടെ ഏകാന്തതയിലൂടെ യാക്കൂബ് യാത്ര പോവുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരു താഴ്വരയിൽ പിന്നിട്ടു കുറെ വീടുകൾ അദ്ദേഹം കാണാൻ തുടങ്ങി. കന്നുകാലികൾ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ തുടങ്ങി. ലാബാൻ എന്നൊരു ഗോത്രത്തിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. ലാബാൻ എന്ന ഗോത്രത്തിന്റെ നേതാവിന്റെ പേരുകൂടിയാണ്. ലാബാൻ എന്ന ഗോത്രത്തലവന്റെ അരികിലേക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരൻ എത്തിപ്പെട്ടു. ആരാണ് ലാബാൻ? നമ്മുടെ യാക്കൂബ് നബി അലൈഹിസ്സലായുടെ അമ്മാമനാണ്. വന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. എത്രയോ മുന്നേ കണ്ടതാണ്. തന്റെ പ്രിയ സഹോദരി റഫക്കായുടെ ഓമനപുത്രൻ യാക്കൂബ് ആണ് ഈ വന്നു നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ ലാബാൻ തന്റെ മരുമകനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. ആ അമ്മാമന് 2 പുത്രിമാരുണ്ട്. മൂത്തവൾ ലയ, ഇളയവൾ റഹീൽ. റാഹേൽ എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. റാഹീൽ 1600 ഷെയർ പിന്നിട്ടിരിക്കുകയാണ്. എൻ്റെ ഹബീബിങ്ങൾ 100 ദിവസത്തെ എപ്പിസോഡിലുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്വീകരിക്കുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അത് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മാമന്റെ 2 പുത്രിമാരിൽ മൂത്തവൾ ലയ, രണ്ടാമത്തവൾ റഹീൽ, റാഹേൽ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. ചുണയും ചുറുചുറുക്കുമുള്ള പെൺകുട്ടികൾ. വിവാഹപ്രായമായി വരുന്നേയുള്ളൂ, അത്രമേൽ പ്രായമുള്ള കുട്ടികളല്ല. ശരിക്കും പറഞ്ഞാൽ മുറപ്പെണ്ണുങ്ങൾ എന്ന് പറയാൻ പറ്റൂല്ലേ അമ്മാമന്റെ മക്കൾ. നമുക്ക് ആ പ്രയോഗമില്ല. ആ 2 പെൺകുട്ടികളും യാക്കൂബിനെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലായി. നല്ല ആഹാരമുണ്ടാക്കി കൊടുക്കണം, നല്ല സൽക്കരിക്കണം. കുളിച്ചൊരുങ്ങി വന്നു യാക്കൂബ് നബി അലൈഹിസ്സലാം. ദിവസങ്ങളായി മരുഭൂമിയിലെ യാത്രയിൽ ക്ഷീണിച്ചു പോയ മനുഷ്യൻ നന്നായി കുളിച്ചൊരുങ്ങി വന്നു. എന്തൊരു സൗന്ദര്യമാണ് ഇപ്പോൾ യാക്കൂബിനെ കാണാൻ.
എങ്ങനെ യാക്കൂബിന് സൗന്ദര്യമില്ലാതിരിക്കും? ലോകത്തെ സൗന്ദര്യത്തെ പടച്ച് രണ്ടായി ഭാഗിച്ച് അതിലൊരു ഭാഗം കൊടുക്കപ്പെട്ട യൂസുഫ് പ്രവാചകന്റെ ഉപ്പയാണ് ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ട് യാക്കൂബിന്റെ വെളിച്ചത്തെ DNA-യിൽ കരുതി നടക്കുന്ന യൂസുഫിന്റെ വെളിച്ചത്തെ തോളിൽ കൊണ്ടു നടക്കുന്ന യാക്കൂബിന് ഭംഗിയില്ലാതിരിക്കാൻ പറ്റുമോ? കുളിച്ചൊരുങ്ങി വരികയാണ് നമ്മുടെ കഥാനായകൻ. അമ്മാമനും മരുമകനും ആഹാരം കഴിക്കാനിരുന്നു. അവർ പല കാര്യങ്ങളും സംസാരിച്ചു. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അമ്മാമൻ ചോദിച്ചു, മരുമകൻ വിശദീകരിച്ചു. സ്വാദുള്ള ആഹാരം യാക്കൂബ് നബി താല്പര്യത്തോടെ കഴിച്ചു. കഴിഞ്ഞ യാത്രയിൽ ഉണക്ക കുബൂസും ഉണക്കിയ കിഴങ്ങൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഭക്ഷണം കഴിച്ചു. ഉറങ്ങാൻ പ്രത്യേകമായ സ്ഥലം ഒരുക്കി കൊടുത്തു. ഹറാൻ എന്ന് പറയുന്ന ഈ ഗ്രാമം പുരാതനമായ ഒരു പട്ടണമാണ്. ഗ്രാമമല്ല, ഒരു പട്ടണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോ ബാംഗ്ലൂരുമായിരുന്നും കരുതണ്ട. ഒരു പുരാതനമായ പട്ടണമാണ് ഹാറാൻ. ഇപ്പോഴെത്രയോ പേരുകൾ ഞാൻ ഒരു മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ട്, പല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. കേവലം ഒരു മണിക്കൂർ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതൊരു വിജ്ഞാനപ്രദമായിരിക്കണം, വെറുതെ കേൾവി രസത്തിന് വേണ്ടിയിട്ടല്ല. ഹറാൻ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ അമ്മാമൻ ലാമാന്റെ ജന്മനാടാണ്. അതൊരു പുരാതനമായ പട്ടണമാണ്. കുലീനമായ കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ധാരാളം കൃഷിയിടങ്ങളുണ്ട്, കന്നുകാലികളുണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ അവരുള്ളവരൊക്കെ ഫാർമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. ഓക്കെ, അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാം ഭക്ഷണമൊക്കെ കഴിച്ച് നടക്കാനിറങ്ങി. അമ്മാമന്റെ കൃഷിത്തോട്ടങ്ങൾ, വെജിറ്റബിൾ തോട്ടങ്ങൾ, ആട്ടിൻകൂട്ടങ്ങൾ, ഒട്ടകക്കൂട്ടങ്ങൾ എല്ലാതും ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അമ്മാമൻ പറഞ്ഞു വളരെ ഗൗരവത്തോടെ ഒരു വാക്ക്, യാക്കൂബേ, പൊന്നുമോനെ യാക്കൂബ്, ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോളൂ. നന്നായി ചിന്തിച്ചു മറുപടി പറഞ്ഞാൽ മതി. ഞാനൊരു ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. എന്തായിരുന്നു ആ കാര്യം? നീ എനിക്ക് 7 വർഷം സേവനം ചെയ്യണം. ആടിനെ മേക്കലാണ് പ്രധാന ജോലി. 7 വർഷം ആടിനെ മേച്ച് എനിക്ക് സേവനം ചെയ്താൽ ഞാൻ എന്താണ് നിനക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മരുമകനെ യാക്കൂബേ നിനക്കറിയുമോ? ചോദ്യമാണ്. 2K ഷെയറായോ ഒന്ന് പറയൂ കേട്ടോ. 1 മണിക്കൂർ പിന്നിട്ടു. ഇനി അല്പം വെള്ളം കുടിക്കാം. ഈ യാത്രയിൽ നമ്മൾ അധികം സമയം എടുക്കുന്നില്ല. നമ്മൾ 3 മണിക്കൂറിലൊക്കെ പോയിരുന്നത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, 1800 ഷെയറായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏഴ് വർഷം നീ എൻ്റെ ആടിനെ മേൽക്കണം. നോക്കൂ, പിന്നീട് ഒരു മഹാപ്രവാചകനായി മാറിയ ആളാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? ഇസ്രായേൽ ചരിത്രത്തിന്റെ പിതാവായി അറിയപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ജോലി എന്തായിരുന്നു? ആടിനെ മേൽക്കുക. ഏത് പ്രൊഫഷനും നമുക്ക് ഏറ്റെടുക്കാം എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിഷയം പറയുമ്പോൾ അതിന് ആധുനിക ലോകത്തെ സമസ്യകളുമായി നമ്മൾ കണക്ട് ചെയ്യും, ചരിത്രവുമായി കണക്ട് ചെയ്യും, ഖുർആൻ അവിടെ എന്താണ് സംസാരിക്കുന്നത് എന്ന് പറയും. നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രത്തെ എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് പറയും. സീറ കിതാബുകൾ എന്താണ് പറഞ്ഞത് എന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ യാത്ര ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നോക്കൂ, പ്രവാചകൻ ആട് മേച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ 7 വർഷം ആടിനെ മേച്ചാൽ എന്താണ് നിനക്ക് ലഭിക്കുക? എന്തായിരിക്കും ഓഫർ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 7 കൊല്ലം ആടിനെ മേച്ചാൽ അമ്മാമൻ നൽകുന്ന ഓഫർ എന്താണ്? അദ്ദേഹം പറഞ്ഞ ഓഫർ, എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം എന്നായിരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു പെണ്ണിന്റെ വില, ഒരു എന്താ പറയുക, ഒരു കാലിബറാണ് അവിടെ തെളിയിക്കുന്നത്. ഇപ്പോഴങ്ങനെയാണോ? ചെക്കൻ അങ്ങോട്ട് പോവുക, പെണ്ണ് കിട്ടുക. ഡിമാൻഡ് മൊത്തം ചെക്കനാണ്, പെണ്ണിനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ശരിക്കും പറഞ്ഞാൽ
പെൺകുട്ടി ഓഫർ വെക്കുന്ന കാലം വരണം. ഇവിടെ ആണ് പോയിട്ട് നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, എത്ര വാപ്പാക്ക് കാറുള്ളത്, എത്ര സമ്പത്ത്, ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കേണ്ട കാലമല്ല. തിരിച്ച് പെണ്ണ് ആണിനെ കാണാൻ വേണ്ടി പോകണം. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ കിതാബിലുണ്ടോ നോക്കണ്ട. എന്നിട്ട് പെണ്ണിങ്ങനെ കാണാൻ പോയിട്ട് ആണോട് പറയണം എത്ര വരെ പഠിച്ചിട്ടുണ്ടോ, നീ എനിക്ക് എന്താ മഹർ തരിക അല്ലേ? ഇവിടെ നോക്കൂ, യാക്കൂബ് നബി പറയാണ് എൻ്റെ മോളെ കെട്ടിച്ചു തരണമെങ്കിലേ സുന്ദരിയായ മക്കളാണ് രണ്ടുപേരും, ലയയും പിന്നെ ആരാ ലയയും പേര് മറന്നു. 7 കൊല്ലം നീ ജോലി ചെയ്യണം, എന്നാൽ എൻ്റെ മകളെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടില് എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ നീ എൻ്റെ വർക്ക്ഷോപ്പിലൊരു 7 കൊല്ലം ജോലി എന്ന് പറഞ്ഞാൽ നീ ഒന്ന് തന്തേ എന്ന് പറഞ്ഞ് പോവില്ലേ? ഇവിടെ പെണ്ണിനാണ് മഹത്വം ഇസ്ലാമിലുള്ളത്. നാട്ടുകാരത് തിരുത്തിയതാണ്. ഇപ്പൊ നമ്മുടെ യാത്രാ സംഘത്തിലെ ആണുങ്ങളൊക്കെ പെട്ടു. അവർക്ക് എന്നോട് ദേഷ്യം വരും. റഹീല, ശരി, റഹീല എന്നാണ് ഒരു മോളുടെ പേര്. യാക്കൂബ് നബി അലൈഹി സ്വലാം സമ്മതിച്ചു. ലയ മൂത്തവളാണ്, വലിയ സൗന്ദര്യമില്ല. ഇളയവൾ അങ്ങനെയല്ല, റഹീൽ ശരിക്കും സുന്ദരിയാണ്. റഹീലിന് ഭാര്യയായി കിട്ടിയാൽ കൊള്ളാം എന്ന് യാക്കൂബിന് തോന്നി. 7 വർഷത്തെ ജോലി കഴിഞ്ഞാൽ വിവാഹം, പിന്നെ ഭയപ്പെടില്ലാതെ ജീവിക്കാമല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ഇസ്രായേൽ വംശത്തിന്റെ രാജപ്രതാപിയായ പിതാവ് പിറ്റേന്ന് പ്രഭാതം മുതൽ ആടുകളോടൊപ്പം മരുഭൂമിയിലേക്ക് പോവുകയാണ്. യാ അല്ലാഹ്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആട്ടിടയന്റെ ജോലി ഏറ്റെടുക്കുകയാണ് യൂസുഫിന്റെ ഉപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യൗവനകാലത്ത്. രാവിലെ ആടുകളെ തെളിച്ചുകൊണ്ട് മരുഭൂമിയുടെ താഴ്വാരങ്ങളിലേക്ക് അദ്ദേഹം പോകും, മലഞ്ചെരുവിലേക്ക് പോകും. മലഞ്ചെരുവിലെത്തിയാൽ ഈ ആടുകൾ ഓടി നടന്ന് ഇലകൾ ഭക്ഷിക്കും. ഉച്ചയാകുമ്പോൾ അവയ്ക്ക് വെള്ളം കോരിക്കൊടുക്കും. കാട്ടുജീവികൾ വന്ന് ആടുകളെ പിടിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹം ശ്രദ്ധയോടെ നോക്കും. വൈകുന്നേരം ആടുകളെ തെളിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഹറാൻ ഗ്രാമത്തിലേക്ക് മടങ്ങി വരും. യാക്കൂബ് നബി അലൈഹി സ്വലാം നന്നായി ക്ഷീണിച്ചിട്ടുണ്ടാവും കേട്ടോ. ശരീരം മുഴുവൻ വിയർപ്പ് കണങ്ങളിൽ കുളിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വന്ന് നന്നായി ഒന്ന് കുളിക്കും. ആ ഗ്രാമത്തിൽ ശുദ്ധമായ വെള്ളം ലഭിക്കുമായിരുന്നു, കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, മരുഭൂമിയിലെ ചില ഇടത്താവളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ കുളിച്ചു, അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നാൽ അദ്ദേഹത്തിന് ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരും. വീടിനെ കുറിച്ചുള്ള ചിന്ത, തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചുള്ള ചിന്ത, തൻ്റെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചുള്ള ചിന്ത, തൻ്റെ പിതാവായ ഇസ്ഹാഖ് നബിയെ കുറിച്ചുള്ള ചിന്ത. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പിതാവ് പ്രവാചകനാണ്, പിതാവിന്റെ പിതാവും പ്രവാചകനാണ് ഇബ്രാഹിം അല്ലേ? ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ശരീഅത്താണ് യാക്കൂബ് നബിയുടെ പിതാവായ ഇസ്ഹാഖ് നബി പ്രൊപ്പഗേഷൻ ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്തത്. തൻ്റെ വല്യുപ്പാന്റെ ചര്യ തന്നെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമയും ഫോളോ ചെയ്തിരുന്നത്. മുടി വെട്ടുക, നഖം മുറിക്കുക, പല്ല് തേക്കുക, സുഗന്ധം ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ചര്യകളും യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിലെ ഓർമ്മ വരുമ്പോൾ സങ്കടം വരും, മനസ്സ് വേദനിക്കും. തൻ്റെ സഹോദരൻ ഐസ് തന്നോട് ക്രൂരത കാട്ടിയ സന്ദർഭങ്ങൾ ഓർമ്മ വരും. ഐസ് തൻ്റെ മൂത്ത സഹോദരനാണ്, ആദ്യം പ്രസവിക്കപ്പെട്ടയാളാണ്. അത് കുറച്ചു നേരം കൊണ്ടാണ് പ്രസവിച്ചത് കേട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല, കുറച്ചു നേരം കൊണ്ടാണ് പ്രസവിച്ചത്. ആദ്യം പ്രസവിച്ചു എന്ന നിലക്കാണ് ഐസ് മൂത്ത ആളായി പോയത്. ശരിക്കും പറഞ്ഞാൽ ഇരട്ടകളാണ് അവർ. അങ്ങനെയാണ് നാട് വിടാനുണ്ടായ കാരണം ഞാൻ ഇപ്പൊ പറയാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് പൊയ്ക്കോ.
ഐസ് നിന്നെ ഉപദ്രവിക്കും, നീ ഹറാനിലേക്ക് പോയിക്കോ, എൻ്റെ സഹോദരൻ അവിടെയുണ്ട്, അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചു തരും, നീ അങ്ങോട്ട് പോയിക്കോ. എന്നിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ യാത്രയുണ്ടാകുന്നത്. ഇത് ബൈബിളിൽ ഈ സംഭവം വേറൊരു തരത്തിൽ രസകരമായി പറയുന്നുണ്ട്. അതൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ഒന്നാമൻ ഈസോബും രണ്ടാമൻ യാക്കോബും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് കയ്യിൽ ഈ ചരിത്രമുണ്ട്. പക്ഷെ നമ്മളതിൻ്റെ ശരിയായ സോഴ്സിൽ നിന്നാണ് പറയുക. അവർ പറയുമ്പോൾ ബൈബിളാകുമ്പോൾ കൂട്ടിച്ചേർത്തിട്ടൊക്കെ ഉണ്ടാകുമല്ലോ. ഉപ്പ പറഞ്ഞ എന്താണെന്നറിയോ? ഉപ്പയും പറഞ്ഞു നീ ഹറാനിലേക്ക് പോയിക്കോളും, എനിക്കും സമ്മതമാണെന്ന് ഉപ്പയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസാഖ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അല്ലാഹുവേ, എൻ്റെ മൂത്ത മകൻ ഈസാവിനെ നീ രാജാവാക്കേണമേ അല്ലാ. എൻ്റെ രണ്ടാമത്തെ മകൻ യാക്കോബിനെ നീ പ്രവാചകത്വ പദവി നൽകണം അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂത്ത സഹോദരനായ ഈസോയുടെ ഐസിന്റെ വിനോദം വേട്ടയാടലാണ്. മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി കൊണ്ടുവരും. ഇറച്ചി നന്നായി പൊരിച്ച് ഉപ്പാക്ക് കൊടുക്കുകയും ചെയ്യും. പൊരിച്ച ഇറച്ചിയോ ഇസാഖ് നബിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. പക്ഷെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കൃഷിയായിരുന്നു ഇഷ്ടം. നന്നായി കൃഷി ചെയ്യും, നന്നായി നനയ്ക്കും. കൃഷി വളരുമ്പോൾ മനസ്സിനൊരു ആഹ്ലാദമാണ്. കണ്ടോ, പ്രവാചകനാകാൻ പോകുന്ന ആള് കൃഷി വലനായി, രാജാവാകാൻ പോകുന്ന ആള് വേട്ടക്കാരനുമായിട്ടാണ് വളർന്നത്. കാലത്തിന്റെ കാവ്യനീതിയാണിത്. അങ്ങനെ ഞാനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയതാണ്, തിരിച്ചു വരുന്നു. ഹറാനിലെ ജീവിതം അങ്ങനെ തുടരുകയാണ്. പ്രഭാതത്തിൽ ആടിൻപറ്റങ്ങളുമായി പോകും, അവർക്ക് വെള്ളം കോരി കൊടുക്കും, അവർക്ക് ഇളകൾ പൊടിച്ചു കൊടുക്കും, വൈകുന്നേരത്ത് തിരിച്ചു വരും. കണ്ടോ നിങ്ങൾ, എന്തായിരിക്കും ആ ജീവിതം അല്ലേ? ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി, 7 കൊല്ലങ്ങൾ. എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം ഓർമ്മകൾ, എത്രയെത്ര പരിചയക്കാർ. ഹറാൻ എന്ന് പറയുന്ന പൗരാണിക പട്ടണം പതുക്കെ പതുക്കെ ഡെവലപ്മെന്റായി വരികയായിരുന്നു. മരുഭൂമിയിലെ ജീവിതാനുഭവങ്ങൾ. അവർ രാവ് ചെല്ലുവോളം മരുഭൂമിയിലിരുന്ന് കഥകളേറെ പറഞ്ഞു. ആടിനെ പരിചരിക്കും, ആടുകളുടെ കരച്ചിൽ കേൾക്കും, അവയെ സ്നേഹിക്കും, അവ സ്നേഹത്തോടെ മുട്ടിയിരുമ്മി നിൽക്കും. അല്ലേ? ഈ ആടങ്ങനെയല്ലേ? പെണ്ണാടുകൾ ധാരാളമുണ്ട്, മിക്കതും ഗർഭിണികളാണ്. ഇടയ്ക്കിടെ പ്രസവം നടക്കും. ആ പ്രസവം ഒക്കെ നോക്കി ചെയ്യുന്നത് യാക്കൂബ് നബിയാണ്. അല്ലാഹുവേ, ഒരു ദിവസം 3-4 കുട്ടികൾ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ കാണാനൊരു രസം. യാക്കൂബ് നബി ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓടിച്ച് കളിക്കും, അവയുടെ കൂടെ ഓടിക്കളിക്കും. ഓരോ ദിവസവും നല്ല അളവിൽ പാല് കറന്ന് കിട്ടും. ശുദ്ധമായ ആഹാരം പാലിൽ നിന്നുണ്ടാക്കും. പോഷകം നിറഞ്ഞ പ്രൊഡക്ട്സുകൾ പാലിൽ നിന്നുണ്ടാക്കുമായിരുന്നു. ഒരു മായവും ചേർത്തിരുന്നില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം കൂടെ കഴിക്കാൻ റൊട്ടി ഉണ്ടാക്കുമായിരുന്നു. ഇടയ്ക്കിടെ ആടിനെ അറുക്കും. ഇതൊക്കെ കേട്ടാൽ നമുക്ക് ആ കാലത്തൊന്നും പോകായിരുന്നു തോന്നുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ആടിനെ അറുത്തും മാംസം ചുട്ടെടുക്കും. എന്ത് രസമാണത്! ചിലപ്പോൾ കറി വയ്ക്കും, ചിലപ്പോൾ പൊരിക്കും, ചിലപ്പോൾ വരട്ടിയെടുക്കും. ഒരാടിനെ അറുത്താൽ പലവിധത്തിൽ പാകം ചെയ്യും. ദിവസങ്ങളോളം കഴിക്കും. ആട്ടിറച്ചിയും റൊട്ടിയും പഴവർഗ്ഗങ്ങളും, കുടിക്കാൻ പാലും, ആരോഗ്യകരമായ ഭക്ഷണം, പിന്നെ കഠിനാധ്വാനം, മരുഭൂമിയിലെ പരുക്കൻ ജീവിതം, ശരീരത്തിന് നല്ല കരുത്ത്, ഇടയ്ക്കിടയ്ക്ക് ഈത്തപ്പഴം. പഴവർഗ്ഗങ്ങളിൽ പ്രധാനപ്പെട്ട ഈത്തപ്പഴം മധുര കുംഭങ്ങൾ പോലെ ഹറാനിൽ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ ആ ഗ്രാമത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്തു തരികയാണ്. ഈ യാത്ര അനുഭൂതിദായകമാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആർട്ട് ഗാലറി പോലെ, അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ ഷൂട്ടും ചെയ്യുന്ന വലിയ വലിയ സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്നത് പോലെ, ഞാൻ വാക്കുകളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഗ്രാമം ഇങ്ങനെ മെയ്ഡ് ചെയ്ത് ഉണ്ടാക്കി തരികയാണ്. അങ്ങനെ സീസൺ വരുമ്പോൾ മരുഭൂമിയിൽ ഈത്തപ്പഴം പഴുക്കും, പറിച്ചെടുക്കും,
വെയിലത്തിട്ട് ഉണക്കും. ഉണക്കിയ കാരക്ക വളരെ കാലം അവർ സൂക്ഷിച്ചു വെക്കും. അത്തിപ്പഴം, മുന്തിരി, അതൊക്കെ മരുഭൂമിയുടെ പഴവർഗ്ഗങ്ങളാണ്. ഇവയൊക്കെ ഉണക്കി സൂക്ഷിക്കും. ഗോതമ്പാണ് ആ കൃഷിസ്ഥലത്ത് പ്രധാനമായി അവർ വിളവിച്ചത്. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒഴുകി 7 വർഷങ്ങൾ യാക്കൂബ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം കടന്നുപോയി. 7 വർഷം പിന്നിടുകയാണ്. എന്താണ് പിന്നീട് സംഭവിച്ചത്? ലാമാൻ എന്ന് പറയുന്ന പിതാവ്, തൻ്റെ അമ്മാമൻ ആ വാക്ക് പാലിച്ചോ അതോ വാക്ക് പാലിക്കാതെ ഇരുന്നോ? കല്യാണം നടന്നോ അതോ ഇല്ലയോ? ഏതായാലും മരുഭൂമിയുടെ ഏകാന്തതയിൽ സഞ്ചാരം ചെയ്ത ആ ചെറുപ്പക്കാരൻ ഇസ്രയേൽ വംശത്തിൻ്റെ പിതാമഹനായി നൈലിൻ്റെ തീരങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച് പിന്നീട് ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് വരാൻ കാരണക്കാരൻ കൂടിയായ ആ പ്രവാചകൻ, എന്റെയും നിങ്ങളുടെയും മുത്തായ മുത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ഉപ്പച്ചിയെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് 104-ാമത്തെ ദിവസം ആ വിവാഹത്തിന്റെ അന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ആൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ദുആ വസിയത്ത് ചെയ്താൽ നമുക്ക്. എന്നിട്ട് തൽക്കാലം ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ നിർത്തുകയാണ്. എന്നോടൊരു വസിയത്ത് ഉസ്താദ് പറഞ്ഞത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു 10-20 മിനിറ്റ് ഇൻട്രാക്ഷന് വേണ്ടി ചിലവഴിച്ചോളൂ. 1 മണിക്കൂർ കൂടുതൽ പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിത് 3 മണിക്കൂറോളം പറയും. നിങ്ങളുടെ മനസ്സിൽ ഹറാൻ നിറഞ്ഞു നിൽക്കട്ടെ, ലാമാൻ നിറഞ്ഞു നിൽക്കട്ടെ, ലിയ നിറഞ്ഞു നിൽക്കട്ടെ, ഇസ്ഹാക്ക് നിറഞ്ഞു നിൽക്കട്ടെ, ഇസ്ഹാക്കിന്റെ ഉമ്മ റഫഖ എന്ന് തോന്നുന്നില്ലേ നിറഞ്ഞു നിൽക്കട്ടെ, യാക്കൂബിന്റെ സഹോദരൻ ഐസ് നിറഞ്ഞു നിൽക്കട്ടെ, മരുഭൂമിയിലെ ആ രാത്രിയിൽ സ്വപ്നം കണ്ട സ്ഥലം നിറഞ്ഞു നിൽക്കട്ടെ, അന്നത്തെ അതിന്റെ പേര് നിറഞ്ഞു നിൽക്കട്ടെ, പിന്നീട് അതിന്റെ പേര് നിറഞ്ഞു നിൽക്കട്ടെ, ഹറാൻ എന്ന് പറയുന്ന പൗരാണിക പട്ടണം 7 കൊല്ലം കൊണ്ട് കാർഷികമായി ഡെവലപ്മെന്റ് ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈജിപ്തിന്റെ നൈലിന്റെ തീരങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച യൂസുഫിന്റെ ഉപ്പച്ചിയുടെ കഥക്ക് താൽക്കാലിക വിരാമം എന്ന്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വരക്കാം. സുഖമാണ്. തുഫൈലടക്കയോ ഇൻഷാ അല്ലാഹ്. ഷിഹാബ് എന്താ ചോദിക്കുന്നുണ്ടല്ലോ, 100 ദിവസം പിന്നിട്ട് ഇത്രയും നാൾ ഈജിപ്തിലേക്കുള്ള യാത്രയുടെ ഗവേഷണത്തിലായിരുന്നു. ആ ഇടവേള ഇന്ന് ഗുണം ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. അത് നിങ്ങൾ പറയേണ്ട ഉത്തരമാണ്. സൽമാൻ മന്നിയിൽ എൻ്റെ പെൺകുട്ടി മരിച്ചു. ഇന്നാലില്ല. അള്ളാഹുവേ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മർഹമത്ത് നൽകണേ റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നാസർ ആറ്റൂർ, നസർ ഭായ്, എനിക്ക് കുടുംബത്തിന് അള്ളാഹു അവരുടെയും നമ്മുടെ ഈ കുടുംബത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് നൗഫൽ മകൾ കോഴ്സ് ചേർന്ന് അള്ളാഹു വിജയിപ്പിക്കട്ടെ. ചേർന്നോരും നാത്തിലാടാ
പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറബിൻ കരത്താലടാ ആശിച്ചു പോയിടും ആശിച്ച പോലിടും അബുദിന്റെ ഭയക്കാരായമ്പും ഈ സാധു കുൾഫഹിലെ നൽകുവോർ ചെങ്കോൽ മാണിക്യമാടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറബിൻ കരത്താലടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറബിൻ കരത്താലടാ. താങ്ക് യു. ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കട്ടെ. ഇന്ന് കമൻ്റൊന്നും വായിക്കാതെ ഞാൻ ആ വിഷയാവതരണത്തിൽ തന്നെ ശ്രദ്ധിച്ചു പോയി. മാഷാ അല്ലാഹ് 2100 ഷെയർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ 104 എപ്പിസോഡ് തുടങ്ങണം അല്ലേ? നിങ്ങൾ അത്രയും നെഞ്ചേറ്റി ഒരു ഇടവേളക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങൾ മറന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. ആദ്യമായി കേട്ട ചരിത്രം മുഹമ്മദ് നൗഫൽ. ഓക്കെ, താങ്ക് യു. പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ആസിഫ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെയും നമുക്ക് നമ്മുടെ പ്രവാചകന്മാരൊക്കെ തൗസീൽ ചെയ്ത് വരക്കണം കേട്ടോ. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മക്കയും മദീനയും കഴിഞ്ഞ് നേരിട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. യാക്കൂബ് നബിയുടെ ഒക്കെ കബറുണ്ട് അവിടെ. നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. യാത്ര ചെയ്യാതെ അങ്ങനെ മരിച്ചു പോയിട്ട് എന്താണ് കാര്യം? ഇതൊന്നും കാണാതെ വളരെ സ്പീഡിലാണ് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ആവേശം എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇഷ ലച്ചു വീണ് കിടപ്പിലാണ്, ദുആ ചെയ്യണം, അള്ളാഹു ശിഫയാക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ട ഉമ്മയാണ് വീണ് കിടപ്പിലാണ് അല്ലേ, അള്ളാഹു ശിഫയാക്കട്ടെ. അബ്ദുൽ നസീർ വേഗം കടം വീടാൻ അള്ളാഹു അവരുടെയും നമ്മുടെയും കടം വീട്ടി തരണേ തമ്പുരാനെ. വളരെ യൂസുഫ് നബി ചരിത്രം ചെറുപ്പം മുതലേ കേട്ടു. പക്ഷെ ഉസ്താദ് പതിവ് പോലെ വ്യത്യസ്തമായി. മാഷാ അല്ലാഹ് ഹാഫിസ് ഉർഷാദ്. ചരിത്രം കേട്ട് മതിയായില്ല സാജിദ സുബൈർ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം തുടങ്ങാലോ. ചിഫ നൽകട്ടെ. കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. ഷെരീഫ് അടി. അള്ളാഹുവേ കല്യാണം അവരുടെയും അതുപോലെ വിവാഹപ്രായമെത്തി എല്ലാവർക്കും നീ സ്വാലിഹ്യങ്ങളായി ഇണകളെ നൽകി എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. തൂക്കു ജാമുൻ ഗുജ പാടുമോ? പാടണം. മുഹമ്മദ് ജാബിർ. നമ്മുടെ വിഷയം ഈജിപ്തല്ലേ ഉസ്താദെ. അനിയത്തിയുടെ 30 ദിവസം പ്രായമായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. എല്ലാവരും നാമീം പറയട്ടോ. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. ശിഫയാക്കണേ റബ്ബേ, ശിഫയാക്കണേ റബ്ബേ. നിക്കാഹിലക്കിടി എംബിച്ച് കോയ തങ്ങളാണ് ഉസ്താദും വരണം. അഹമ്മദ് കബീർ. മാഷാ അല്ലാഹ്. എംബിച്ച് കോയ തങ്ങൾ ഞാൻ കണ്ട തങ്ങന്മാരിൽ വളരെ നിഷ്കളങ്കനായ. ഞാൻ മുമ്പേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ മംഗ്ലീഷ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് സുഖമില്ല. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. സൂപ്പറായി ഉസ്താദേ. സലീം കെ.പി. അള്ളാഹു ഖൈറാക്കട്ടെ. പിതാവിൻ്റെ ജോലിയെ ബർക്കത്തിന് വേണ്ടി റയീസ്. അള്ളാഹുവേ ജോലിയിൽ നീ ബർക്കത്ത് നൽകണമേ തമ്പുരാനെ. ഇത് കേട്ടവരും കേൾക്കാത്തവരുമായ നമ്മുടെ എല്ലാ ഹബീബിങ്ങളുടെയും ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. കാസിം മാണിയൂർ ഉസ്താദിൻ്റെ കൂടെ യാത്ര പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹിദായത്ത് കിട്ടാൻ സാലി. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ ഹിദായത്ത് നൽകണമേ തമ്പുരാനെ. ചിലപ്പോൾ നാളെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുസ്സലീം മഞ്ചേരി. അള്ളാഹുവേ അതില്ലാതെ നീ അത് രക്ഷപ്പെടുത്തി കൊടുക്കണമേ തമ്പുരാനെ. നന്നായി റഫർ ചെയ്തു നടത്തിയ ഉഗ്രൻ പ്രസംഗം അബ്ദുൽ നാസർ. ജസാക്കുമുല്ലാഹ് അബ്ദുൽ നാസർ സാഹിബെ. കുറച്ച് ദിവസത്തിൻ്റെ പിന്നിൽ തന്നെ ആയിരുന്നു. എന്നോട് ചിലർ ചോദിക്കും എന്താണ് ഈ ഫുൾ ടൈം നെറ്റിൽ നിന്ന്. കുറേ ദിവസം പുതിമ തേടിയുള്ള ഒരു അന്വേഷണ യാത്രയിലായിരുന്നു. ഹബീബ സലീം ഉസ്താദ് ഇതൊരു നല്ല അറ്റംപ്റ്റാണ്, എസ്പെഷ്യലി ഫോർ വുമൺ ടു സ്റ്റഡി മോർ അബൌട്ട് ഇസ്ലാം. ഹബീബ സലീം. താങ്ക് യു.
സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇത് പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇത് നല്ലൊരു ശ്രമമാണ് എന്നാണ് അവർ പറഞ്ഞത്. താങ്ക് യു. അന്തു ഞാൻ പറഞ്ഞത് മറക്കല്ല. അത് ഒന്നുകൂടി കമൻറ്റ് ചെയ്യട്ടോ, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. വീട് പണിയുണ്ട്, കടം വീടാൻ അക്ബർ അടക്കം. അള്ളാഹുവെ വീട് പണി നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ, കടം വീട്ടണേ തമ്പുരാനെ. നെക്സ്റ്റ് ലൈവ് കാത്തിരിക്കുന്നു റൈസ. ഇൻഷാ അല്ലാ നമുക്ക് ഏതെങ്കിലും ദിവസം. ഓക്കെ. ഒരുപാട് വിഷമമുണ്ട്. അള്ളാഹു അവരുടെ ഇഷ്ക് മദീന, അവരുടെ നമ്മുടെയൊക്കെ വിഷമങ്ങൾ മാറ്റിത്തരാം. നിങ്ങൾ ആമീൻ പറയണില്ലേ? ആമീൻ പറയണം കേട്ടോ. പറഞ്ഞാൽ ഇവിടെ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പറയണം. ഫൈസി വെള്ളിയാഴ്ച അഞ്ചങ്ങാടിയിൽ വരുന്നുണ്ടോ? മുഹമ്മദ് മണ്ണാർപ്പറമ്പ്. എന്താണ് അഞ്ചങ്ങാടിയിൽ? അഞ്ചങ്ങാടിയിൽ എന്താണ്? സലാമി കാത്തിരിക്കാം. വീട് പണി തുടങ്ങാം മുഹമ്മദ് സലീം. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. സുഹൈബ് ഭാര്യയുടെ രോഗം ശിഫ, അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. സുബി മോഹൻ 40 ദിവസം പ്രായമായ എൻ്റെ കുട്ടിയുടെ രോഗം ശിഫയാകാൻ. നമുക്ക് മഹാന്മാരെ കുറിച്ച് പറഞ്ഞ ദിവസമല്ലേ, ചെറിയൊരു ദുആ നടത്തട്ടെ. ഞാൻ കമൻറ്റ് വായിച്ച് അത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 313 നിൽക്കുന്നുണ്ട്. വളരെ ധൃതിയുള്ളവർ പൊയ്ക്കോളൂ, ഒരേ സമയം എടുത്തതല്ലേ. പക്ഷെ ആമീൻ പറയുമ്പോൾ അതൊരു, നമ്മൾ മറ്റേ യാത്രകളിലൊക്കെ എത്രയോ ഹാമി അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ സ്വാലീഹ്യങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. കണ്ട പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ആസിഫ്. അള്ളാഹു ഹൈറാക്കി തരട്ടെ, ഹൈറിൻ്റെ കവാടം തുറക്കട്ടെ. നല്ല അവതരണം ഉസ്താദ് റഈസവ. താങ്ക് യു, ജസാക്കല്ലാ. യാത്ര ചെയ്യാൻ നായകൻ ഒഴിവുണ്ടെങ്കിൽ നമ്മൾ റെഡി. ലത്തീഫ് കുന്നുംപുറം. ലത്തീഫ് കുന്നുംപുറം ഒരു സംഭവമാണ്. ഞാൻ അടുത്ത ലൈവിൽ പറയാം ചോദിച്ചിട്ട്. നമ്മുടെ യാത്രാ സംഘത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീടാണ് അറിഞ്ഞത്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് നമ്മൾ ഈ ഫലസ്തീനിലേക്ക് പോകേണ്ടി വരാമെന്ന്. അങ്ങനെ ഇഷ്ടം പോലെ കമ്പനി കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആഗ്രഹമുള്ളവർ പോയാൽ മതി കേട്ടോ. അതൊരു മാർഗമായി നമ്മൾ സ്വീകരിക്കുന്നില്ല. നമുക്കാകെ പോരാൻ ആഗ്രഹം, നിങ്ങൾ പോരുകയാണെങ്കിൽ പോകാൻ ആഗ്രഹം മദീനത്തേക്കാണ്. അൽ മദീനത്തുൽ മുനവ്വറയിൽ. ഈജിപ്തിലേക്കൊക്കെ ഒരുപാട് ടീം പോകുന്നുണ്ടല്ലോ, മക്കത്തേക്കും പോകുന്നുണ്ട്. ഉസ്താദേ ഇതാണ് ശരിക്കുമുള്ള പ്രസംഗ രീതി. ഷാജില സൂഫി. ആഹാ, അങ്ങനെയൊന്നല്ലോ. ഓരോ സമയത്ത് നമ്മളൊരു ഇമോഷണൽ ഫീലിംഗ് വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അഫീഫ മക്കൾ സ്വാലിയാൻ വേണ്ടി അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. മോളുടെ കല്യാണം റാഹത്തായി. ഹില്ലർ, നമ്മുടെ ഹില്ലർ എന്ന് പറയുന്ന യാത്രാ സംഘത്തിലെ പ്രിയപ്പെട്ട ഹില്ലറിൻ്റെ മോളുടെ കല്യാണമുണ്ട്. നമ്മളെ ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോകാൻ പറ്റില്ലെങ്കിലും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു സന്തോഷകരാക്കി കൊടുക്കട്ടെ. ഓഫ്ലൈൻ യാത്ര തുടങ്ങിയത് കാണുന്നു. കാസർഗോഡ് വന്നാലുള്ള വാഗ്ദാനം മറക്കല്ലേ. ഞാൻ മക്ര കാത്തിരിക്കുക. ഹാഫിദ് ഇർഷാദ്. ഓഫ്ലൈനിലുള്ള ഒരു പരിപാടി കണ്ണൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരിന് ചെറുവത്തൂർ വരെ വന്നു. കാസർഗോട്ടേക്ക് വരുമ്പോൾ അറിയിക്കാം. ഓക്കെ. ഇരു സുന്നികൾ ഒന്നിക്കാൻ ദുആ ചെയ്യണം. നാസർ നാസിയത്താണ്. തീർച്ചയായും അള്ളാഹു എല്ലാവരും ഒന്നിക്കട്ടെ, ഹൈറിലാക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. എന്താ മനോഹരമായ വാക്കുകൾ കേട്ടിരിക്കാൻ. താങ്ക് യു ഇഷ്ക് മദീന. അപ്പോൾ ഏകദേശം നമുക്ക് കമൻറ്റൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. കമൻറ്റ് വരുന്നുണ്ട്, പക്ഷേ എൻ്റെ സുഹൃത്ത് ആൻജിയോ എന്ന് ചെയ്തുമില്ല. ശിഫ കിട്ടണം. അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. ഇസ്മായിൽ പള്ളിപ്പറ. കടമില്ലാന്ന് മരിപ്പിക്കാൻ. അള്ളാഹു കടൽക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. ഓക്കെ ഓക്കെ. നമ്മുടെ യാത്രാ സംഘത്തിലെ ഒരു സഹോദരിയുടെ മകൾ ത്രോട്ടിന് പ്രശ്നമായിട്ട് നാളെ മറ്റന്നാൾ ഒരു സർജറിക്ക് വിധേയമാവുകയാണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ പറയുമ്പോൾ നിങ്ങളെ അള്ളാഹു ആഫിയത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അത് ചെറിയ ഓപ്പറേഷനാണ്, അതൊന്നും ഇല്ലാതെ തന്നെ സന്തോഷകരാക്കി കൊടുക്കട്ടെ. പിന്നെ ലത്തീഫിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അന്ന് വന്നപ്പോഴൊന്നും ലത്തീഫ് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. സായിയായ ഒരു സന്താനത്തെ കൊടുക്കട്ടെ.
മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. അഫീഫ് എ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം എന്നിവരെ തവസ്സുൽ ചെയ്ത് ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, സന്തോഷകരമാക്കണേ അല്ലാഹ്. കടക്കാരുടെ കടം വീട്ടണേ അല്ലാ, രോഗങ്ങൾക്ക് ശമനം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ, പ്രയാസങ്ങൾ അകറ്റണമേ തമ്പുരാനെ. കോവിഡ് പോസിറ്റീവായ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, നീ കാവലേകണേ തമ്പുരാനെ, മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ അല്ലാ. കാലിന് അസുഖമുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. കാലിന് മുട്ടിന് വേദനയുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ അല്ലാ. ഡിസ്കിന് വേദനയുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. വയറുവേദനയുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. ഉദര രോഗമുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ അല്ലാ. കരളിന് അസുഖമുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. ഹൃദയത്തിന് അസുഖമുള്ളവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. ആൻജിയോഗ്രാം ചെയ്തവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലാ. ബൈപ്പാസ് കഴിഞ്ഞവരുണ്ട്, ആഫിയത്ത് കൊടുക്കണമേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് പോലെയും ഞങ്ങളെ കാക്കണമേ റഹ്മാനെ. തൊണ്ടയിൽ അസുഖമുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണമേ തമ്പുരാനെ. ശ്വാസം ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. കാഴ്ച പ്രയാസമുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. കേൾവി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. മൈഗ്രെയിൻ തലവേദന ഉള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. ഒരു ഭാഗം കുഴഞ്ഞു പോയവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. സിഹർ ബാധിച്ചവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. മാനസികമായ പ്രശ്നമുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. ബുദ്ധി വളർച്ചയെത്താത്ത മക്കളുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. സംസാരശേഷിയില്ലാത്ത മക്കളുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ശരീരം മുഴുവൻ വേദനയുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. കോവിഡിന്റെ പ്രയാസത്തിലുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. ശൈത്താനിയായ ശരീരമുള്ളവരുണ്ട്, ശിവ കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകളിൽ നീ റാഹത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാധീനങ്ങളാക്കണേ റബ്ബെ. ഹിഫ്ളിന് പഠിക്കുന്നവരുടെ അതിൽ നീ മനഃപ്പാഠം നൽകണമേ തമ്പുരാനെ. ഭൗതിക പഠനം നടത്തുന്നവർക്ക് നീ അതിൽ വിജയം നൽകണമേ തമ്പുരാനെ. വിവാഹമായ പ്രായമെത്തിയ മക്കളോ പേരക്കുട്ടികളോ സഹോദര സഹോദരിമാരുടെ മക്കളോ ഉള്ളവർ ഒരുപാടുണ്ട് റബ്ബേ. സാലിഹ്യങ്ങളായ ഇണകളെ നൽകുകയും അതിനുള്ള സംവിധാനം മാതാപിതാക്കൾക്ക് നൽകുകയും ചെയ്യണമേ. വിവാഹം കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ പ്രയാസത്തിലാണ്, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് നീ സാലിഹായ സന്താനത്തെ നൽകണം അല്ലാ. ഞങ്ങളുടെ പരമ്പരയിൽ നിന്ന് ദീനിന് ഗുണം ചെയ്യുന്നവരെ ആക്കണമേ തമ്പുരാനെ. യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് സ്വപ്ന ദർശനം നൽകിയ റബ്ബേ, ഞങ്ങളുടെ പരമ്പരകളിൽ നീ സ്വാലിഹീങ്ങളെ ഉണ്ടാക്കണം അല്ലാ. കടമുള്ളവരുണ്ട്, കടക്കാരായി മരിപ്പിക്കല്ല റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് നൽകണമേ റബ്ബേ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ ജോലിയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണം അല്ലാ. നാട്ടിൽ വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവരുണ്ട്, നീ തൗഫീഖ് നൽകണേ റബ്ബേ. നാട്ടിൽ വന്ന് തിരിച്ചു മടങ്ങാൻ കഴിയാതെ പ്രയാസം, ഫ്ലൈറ്റ് ഇല്ലാതെയും വിസ ശരിയാകാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ റാഹത്താക്കണം അല്ലാ. മക്കളുടെ വിവാഹം നിശ്ചയിച്ചവരുണ്ട്, സന്തോഷത്തോടെ നടത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ. പ്രത്യേകമായി രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരിയുടെ മകളുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ അവരുടെ ഖബറിടം നീ സ്വർഗീയ ആരാമമാക്കണം അല്ലാ. അപകടങ്ങളിൽ ഞങ്ങളെ കാക്കണം അല്ലാ. പടച്ചവനെ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, അള്ളാഹുവേ നിനക്കറിയാം അവരുടെ പേര്, അവരുടെ സേവനങ്ങളെ നീ അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകണം അല്ലാ. പടച്ചവനെ, ഞങ്ങൾ വന്നുപോയ പിഴവുകൾ, പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ തഖ്വ നൽകണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ കി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, സലാമുൻ അലൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബിങ്ങളെ, നിങ്ങൾ ദുആ വസിയത്ത് ചെയ്യുന്നവരൊക്കെ ചെയ്തതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്മിനോട് പറഞ്ഞിട്ടുണ്ട്.
2 ദിവസം മുമ്പ് പറഞ്ഞാണ്. പ്രത്യേകത നമ്മളെങ്ങാനും കാണാതെ പോവുകയാണെങ്കിൽ അവർക്കൊരു വിഷമം. നമ്മളൊരു ദ്വായല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ആരെങ്കിലും അള്ളാഹു സ്വീകരിക്കാറില്ല ആമീൻ കൊണ്ട്. അപ്പോൾ ലൈവ് കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ദ്വായ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അത് എഴുതി വെക്കുന്നുണ്ട്, എനിക്ക് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വകാര്യ ദ്വായകൾ ഉൾപ്പെടുത്തുന്നുണ്ട്, സദസ്സിലെ ദ്വായകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത് വരുന്ന ലൈവിൽ വിട്ടുപോയതൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് ആരുടെയും കമൻറ്റ് വെറുതെ പോകുന്നില്ല. നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുക, അത് സ്വീകരിക്കും. വിമർശനങ്ങളുമാകാം. സാധാരണ വിമർശനങ്ങൾ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ആരെ എന്തെങ്കിലും പറയാനല്ലാതെ ഒന്നും പറയാറില്ല. പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ തൂക്കൂജാ മൻ കൂജാ തൂക്കൂജാ മൻ കൂജാ तू अमीर हरम मैं फ़कीर अजम तू अमीर हरम मैं फ़कीर अजम तू अमीर हरम അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയേ, ഞങ്ങൾ വിദേശിയായ ഫക്കീറാണ് നബിയേ. എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് മെസ്സഞ്ചറിലേക്കൊക്കെ ഷെയർ ചെയ്ത് അവിസ്മരണീയമായ നമ്മുടെ യാത്രയുടെ 133 ദിവസം എല്ലാവരിലും എത്തിക്കണം. ഇന്നത്തെ ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള എപ്പിസോഡിലേക്ക് ആളുകൾ എന്തായാലും വരും. വന്നതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഭൗതികമായൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പകരം ഏതെങ്കിലും ഒരാൾ ആ ചരിത്രം കേട്ടാൽ ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിലുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും. ധൃതിയുള്ളവരൊക്കെ പോയിക്കോളൂ. എന്തെങ്കിലും കമൻറ്റിൽ പറയാനുള്ളവരൊക്കെ പറഞ്ഞോളൂ. 5 മിനിറ്റ് മാത്രമേ ഇരിക്കുള്ളൂ. ഫിദാറാഫി ഇൻഷാല്ലാ, ഹിലർ ഇൻഷാല്ലാ. ഇന്ന് മരണപ്പെട്ട തളിപ്പറമ്പിലെ സമസ്തയിലെ പ്രധാന ഉമറാക്കൾ പി അസീസ് ഹാജി. അള്ളാഹു അസീസ് ഹാജിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകട്ടെ. ഇക്ബാൽ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SKSന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വിക്കായ പ്രവർത്തകന് ഒരാൾക്ക് പോസിറ്റീവ് ഉണ്ട്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ CP ദാരിമി ഉസ്താദ് നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ പാലക്കാട് കോട്ടായി, അതിലെ ഫാദില കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ. അവിടെ എത്തിയും കുട്ടികൾ വേറെയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ 5ഉം 6ഉം കുട്ടികളുടെ കല്യാണം നടത്താൻ ഞാൻ നേരത്തെ പറയേണ്ടായിരുന്നു, വിട്ടുപോയതാണ്. 500 ആളിലിപ്പോൾ അടച്ചവനെ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ലൈവ് ഉണ്ടോ എന്നറിയില്ല. കല്യാണം നടക്കാറുണ്ട്. കബീർ വാക്കവിയാണ് എല്ലാ വർഷവും കഴിഞ്ഞ 10 വർഷമായി വരാറ്. ഞാനും ഉണ്ടാകാറുണ്ട്. 5ഉം 6ഉം പിള്ളേരുടെ കല്യാണം നടത്താറുണ്ട്. ഇപ്രാവശ്യം ഒരു 6 കുട്ടികളുടെ കല്യാണം പ്രഖ്യാപിച്ചായിരുന്നു. ഏപ്രിലാണ് നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ ലോക്ക്ഡൗൺ വന്നു, കോവിഡ് വന്ന് മാറ്റിവെച്ചു. പിന്നെ വന്നത് ഈ 6-ാം തീയതിയാണ് വന്നത്. അപ്പോൾ മറ്റന്നാളാണ് ആ കല്യാണം, വ്യാഴാഴ്ച. എല്ലാ വർഷവും ഒരു മാസം മുമ്പ് തന്നെ എല്ലാവർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡ്രസ്സൊക്കെ ഓഫർ വരാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം 1-2 ആളുകൾക്ക് മാത്രം വന്നു. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് കോവിഡ് കാരണം വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായ ആരെങ്കിലും, ഒരു നിർബന്ധവുമില്ല. നമ്മൾ ഈ ലൈവ് വഴി ഒരു തരത്തിലുള്ള പിരിവും അനുവദിക്കുന്നതല്ല, അത് നമ്മുടെ സ്റ്റൈലും അല്ല. പക്ഷേ മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ടുള്ളതായത്, ആൾക്കല്ല, ഒരു സ്ഥാപനത്തിനുള്ളതാണുള്ളത്. കുട്ടികളുടെ കല്യാണമല്ലേ, അപ്പോൾ അതിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടാവും കല്യാണത്തിൻ്റെ അന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നമ്മുടെ സ്ഥാപനം ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ മതി. CP അബൂബക്കർ ദാരിമിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ മിസ്റിലെ നൈലിൻ്റെ തീരങ്ങളിലേക്കുള്ള യാത്ര 103-ാം ദിവസം ഇവിടെ സമാപിക്കുക. താങ്ക് യു.
അസ്സലാമു അലൈക്കും. 6 പെൺകുട്ടികളുടെയാണ് കേട്ടോ വിവാഹം. ഓരോ ഭാഗം കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുന്നെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ലൈവിൻ്റെ ഭാഗമായിട്ട് പറയല്ല, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ് എന്ന് മാത്രം. അടുത്ത ദിവസം നമ്മുടെ ലൈവിൻ്റെ പോസ്റ്റർ അവിടെ ഇടുമ്പോൾ നിങ്ങളത് എല്ലാവരിലും എത്തിക്കണം. ഇന്ന് എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് എല്ലാവരും വന്നത്. ഇത്രയും സമയം കൊണ്ട് 2200-ലേറെ ഷെയർ എത്രയോ ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്.